trying to create a pan-Indian god out of Srirama. ഇപ്പോൾ ഈവൻ ഏറ്റവും പോപ്പുലർ ഗോഡ് ശ്രീരാമനല്ല, ഏറ്റവും പോപ്പുലർ ഗോഡ് ശിവനും ശ്രീകൃഷ്ണനുമാണ്. ദാറ്റ് ഇസ് എ പെർവേർഷൻ. അല്ല, സംഘപരിവാർ സെമിറ്റിക് ഹിന്ദുയിസമാണ് മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീയെ ഒരു കച്ചവടച്ചരക്കാക്കിയിരിക്കുകയാണ് വെസ്റ്റേൺ ഇതിൽ. ആക്ച്വലി ഐ ടെൽ യു ദാറ്റ് പോൺ ഇൻഡസ്ട്രി ഇറ്റ്സ് എ സ്ലേവ് ഇൻഡസ്ട്രി. ആക്ച്വലി ഒരു വലിയൊരു പ്രശ്നം വെച്ചാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഗ്രൂപ്പ് ഓഫ് മുസ്ലിം ഗേൾസ് ആർ കമ്മിങ് ഔട്ട്. അവരുടെ അടുത്തോട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദേ വിൽ ഗോ ഫോർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർ കോൺഗ്രസ് പാർട്ടിയിലോട്ട് അവർ പോവും. അല്ല, ശശി തരൂർ വിൽ ബി എ ഫെയിലിയർ. സി BJP ഇസ് ട്രൈയിങ് ഗുണം ചെയ്യിപ്പിക്കാൻ ഓരോ ഇഷ്യൂ അവരെടുത്തിട്ടുണ്ട്. അതായത് ഇതിലെങ്ങനെയെങ്കിലും ഒരു തിരുപ്പുണ്ടാക്കി വല്ലതും ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പക്ഷേ അങ്ങനെ അത് ഏക്കണില്ല. ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രോബ്ലം കൺവേർഷനാണ്. ക്രിസ്ത്യൻസ് അല്ലേ കൺവേർട്ട് ചെയ്യണം. മുസ്ലിംസ് കൺവേർഷൻ നിർത്തിയിട്ട് ഒരുപാട് കാലമില്ല. ആരാ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അറിയാലോ, കൺവേർഷൻ ഇല്ലല്ലോ. ഏറ്റവും വലിയ പ്രതിസന്ധിയല്ലേ നമ്മൾ ആ മുഖംമൂടി നിരോധിച്ചത്. നക്കാബ് നിരോധിച്ചില്ലേ ഞങ്ങൾ, നിരോധിച്ചല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നക്കാബ് ഇട്ടിട്ടൊന്നും ആരെ സമ്മതിക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല. അത് ശരിക്കും എന്താണ്ടായിരുന്നു, ഒരു കുട്ടി MBBS ചേരാൻ വന്നു. അപ്പോൾ അത് ഈ മുഖംമൂടി ധരിച്ച വന്നു. അപ്പോൾ ഓൾറെഡി അഡ്മിറ്റ് ചെയ്തു പോയി. ഗവൺമെൻറ്റാണല്ലോ അഡ്മിറ്റ് ചെയ്യണത്, ഇപ്പോൾ അറിയാലോ. NRI സീറ്റിലൊരു കുട്ടി വന്നു. അത് ഇപ്പോൾ NRI എന്ന് വിചാരിക്കാൻ നമ്മൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഇത് മറ്റേ എൻട്രൻസ് കമ്മീഷൻ എടുത്താൽ വന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യില്ല. അങ്ങനെ മാറ്റർ റെഫർ ചെയ്ത് തിരിച്ച് എൻട്രൻസ് കമ്മീഷണർ. അപ്പോൾ നമ്മൾ ഭയങ്കര രക്ഷപ്പെട്ടിരുന്നു. അതെന്ന് വെച്ചാൽ അതിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതുമാതിരി ഈ നക്കാബുമായത്തെ ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ കോടതിയിൽ പോയിട്ടൊരിത് വാങ്ങിച്ചു. മാനേജ്മെൻറ്റിന് അതിനുള്ള റൈറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രോസ്പെക്ടസിൽ ഭാഗ്യത്തിന് അത് എഴുതിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് കാണിച്ചു കൊടുത്തായിരിക്കും എൻട്രൻസ് കമ്മീഷണറേറ്റ്. അപ്പോൾ അത് പുള്ളി അഗ്രി ചെയ്തു. അത് ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ എന്ത് പറ്റിപ്പോയെന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റുഡൻറ്റാണ്, പിന്നെ സ്റ്റുഡൻ്റ് ഇല്ല. ആ പൈസ കംപ്ലീറ്റ് പോയി. എന്നാലും നമ്മൾ തീരുമാനിച്ച പൈസ പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. അതിലൊന്നും ഒരു കാര്യമില്ല. ഇഷ്യൂ വരുമ്പോഴും അതിന് വേണ്ടി വാദിക്കുന്നവരുടെ ഒരു ആർഗ്യുമെന്റ് അതോ അവരുടെ ചോയ്സ് ആണെന്നുള്ളതാണ്. നോ ചോയ്സ്, ബിക്കോസ് ഐ ഷുഡ് നോ ഹൂ ഇസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. വി ഡോണ്ട് നോ വെദർ യുവർ മറ്റേ എന്താണ് നമ്മൾ പറയുക, തീവ്രവാദിയോ മനസ്സിലായില്ല ആണ് നമുക്ക് അറിയുമല്ലോ. അപ്പോൾ നിങ്ങൾ മുന്നിൽ ഇരുന്നിട്ട് മുഖംമൂടി ധരിച്ചു വന്നാൽ നമുക്ക് എങ്ങനെ ആണാണോ പെണ്ണാണോ നിങ്ങൾ ആരാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അവർ റൈറ്റ് ഓൾസോ ടു നോ ഹൂ ഈസ് സിറ്റിംഗ് അലോങ് വിത്ത് അസ്. ഇത് കാരണം പ്രശ്നം എന്ന് പറയുന്നത് കോളേജിൽ മാത്രമല്ലല്ലോ, നടക്കുന്നിടത്തൊക്കെ ഉണ്ടല്ലോ ഇത്. അപ്പോൾ ഇറ്റ് ഇസ് അവർ റൈറ്റ് ഓൾസോ ടു നോ ഹൂ ദാറ്റ് പേഴ്സൺ ഇസ്. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല പ്രശ്നം എന്താ പറയുക, സംബടി ആരെങ്കിലും ഒരാളെ കിഡ്നാപ്പ് ചെയ്യേ ഒരാളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ ഇതിട്ട് വന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച ആറ്റിറ്റ്യൂഡ് തന്നെയായാലും മാറണില്ല. തട്ടത്തിന് നമ്മളെതിരല്ല. എന്നറിയോ, നിങ്ങളിപ്പോൾ രാജസ്ഥാനിലെ ഇലക്ഷൻ നോക്കൂ, നിങ്ങളതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടില്ലേ? അതിൽ ഒരുപടി ഒട്ടുമുക്കാൽ കാൻഡിഡേറ്റും തട്ടോടുന്നുണ്ട്. എന്നറിയോ, രാജ്പുട്ട്, ജാട്ട്, മറാഠ, ഇവരെല്ലാവരും തട്ടോടുന്ന സ്ത്രീകൾ. എന്തിനാ പറഞ്ഞത്, നമ്മുടെ SGPC ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി, സിഖുകാരുടെ, നിങ്ങൾ ആ സിഖ് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, അവരെല്ലാം തലയിൽ തട്ടോട്ടിട്ട്. അപ്പോൾ തലയിൽ തട്ടോടുന്നത് ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഉള്ളതാണ്. അല്ല ഇവിടെ മാത്രമൊന്നുമല്ല. ഇന്ദിരാഗാന്ധി തലയിൽ തട്ടിടും. നമ്മുടെ പ്രതിഭ പട്ടേലിനെ കണ്ടില്ല, മുമ്പ് എപ്പോഴും തലയിൽ തട്ടിവിടാതെ. അതാ ഒരു മറാഠയാണ്. അപ്പോൾ ആ മറാഠ ഇനി അതിൽ വേറെ ഇതും കൂടെ പറഞ്ഞുതരാം. ഈ ലോവർ കാസ്റ്റുകൾ ഇടൂല, അപ്പർ കാസ്റ്റാണ് ഇടുന്നത്.
ലോവർ കാസ്റ്റുകൾ വളരെ കുറവാണ് ഇടുന്നത്, അപ്പർ കാസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ അത് അവരൊരു റോയാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു അരിസ്റ്റോക്രസിയുടെ ഭാഗമായിട്ട് അവരിടുന്നു. ഇന്നലെ ഞാൻ ഫോട്ടോ കണ്ടപ്പം മുഖം ഫുള്ളി മറച്ചിട്ടാണ് ഇലക്ഷന് ക്യൂവിൽ വെക്കുന്നു, നമ്മുടെ ഇന്നലത്തെ രാജസ്ഥാനൊക്കെ ഇലക്ഷനിൽ. അപ്പോൾ അത് ഒന്നും സ്വീകാര്യമല്ല, അതിൽ അതായത് ഒത്തുറപ്പില്ല. നിക്കാബിന്റെ പേരിൽ താങ്കൾ ഈ ഒരു വ്യത്യസ്ത സ്റ്റാൻഡ് എടുത്തു. താങ്കൾ പറഞ്ഞ അതാണ് ഒറിജിനൽ സ്റ്റാൻഡ്. അത് കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം അനാവശ്യമായൊരു ഇഷ്യൂ ഡോക്ടർ ഫസൽ കപൂർ ക്രിയേറ്റ് ചെയ്തെന്നായിരുന്നു സമസ്ത പറഞ്ഞത്, ഈവൻ ലീഗ് പറഞ്ഞത്. പലരും ഇങ്ങനത്തെ ഒരു വിഷയം അനാവശ്യ ഇഷ്യൂ അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലവിടെ വന്ന് ജോലി ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ അനാവശ്യ ഇഷ്യൂ ഞാൻ വെറുതെ പറഞ്ഞല്ലോ. അവിടെ സ്റ്റുഡൻറ്റ് വന്ന് ജോയിൻ ചെയ്തല്ലോ. ആ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ബാഡ് ഇംപ്രഷൻ ഫോർ എവരിബഡി. നാളെ ഞങ്ങൾക്കൊരു എക്സ്റ്റേണലായിട്ട് ഒരാൾ വരുന്ന വിചാരിച്ചു, എക്സ്റ്റേണൽ എക്സാമിനർ, അയാൾ ചോദിക്കണം ഇതാരാന്ന് ചോദിച്ചാൽ നമ്മൾ വിട്ടോ. വാട്ട് ഈസ് എ ഗ്യാരണ്ടി ആ പേഴ്സൺ തന്നെയാണ് പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്? ലോട്ട് ഓഫ് ഇഷ്യൂസ് ആർ ദെയർ. അല്ല, അത് മാത്രമല്ല അങ്ങനെ ഇസ്ലാമിലില്ല. കാരണം ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റേഴ്സ് അവരില്ലല്ലോ. പാകിസ്ഥാൻ്റെ ബംഗ്ലാദേശിലെ ഖാലിദാസിയെയും ഹസീന വാജിദ് രണ്ടുപേരും ഇടുന്നില്ല. ഇന്തോനേഷ്യയിലെ മേഘാവതി സുകാർണപുത്രി ഇടുന്നില്ല. നമ്മുടെ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർ, വലിയ വലിയ രാജ്യങ്ങളുടെ പോട്ടെ. ടർക്കിയിൽ പിന്നെ ടാൻസിസുള്ള ആ കാലത്ത് പിന്നെ വേറെ വലിയൊരു ആംഗിളിലാണ് ടർക്കി, അറിയാലോ, അന്ന്, ഇപ്പോഴല്ല. അപ്പോൾ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലല്ലോ ഇത് ഈ അടുത്ത കാലത്ത്. ശരി, ഓക്കെ, ഞാനൊന്ന് പറഞ്ഞത് വാക്കുണ്ട്, ഞാനിതിനൊരു കോംപ്രമൈസിന് തയ്യാറാണ്. നിങ്ങളുടെ ഗ്രാൻഡ് മദറും അതിൻ്റെ ഗ്രാൻഡ് മദർക്ക് ഇത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. ഇതില്ലല്ലോ. നിങ്ങൾ പഴയ സിനിമ എം കൃഷ്ണനായരുടെ സിനിമകളൊക്കെ പോയി കണ്ടു നോക്കിയാൽ മണിത്താലിയും കുട്ടിക്കുപ്പായവും അതിലൊന്നും ഇതല്ലല്ലോ ഇടുന്നത്. 60കളിലും 70കളിലും 80കളിലും നമ്മൾ ഈ സാധനമില്ല. 90കളോട് കൂടിയിട്ടാണ് 90കളിൽ അതായത് there are 3 evils which are facing us. One is Aryanization. ഓൾറെഡി ഞാൻ അതിനെ പറ്റിയിട്ടുള്ള സോഫ്റ്റ് കമൻറ്റ് പറഞ്ഞു. നമ്പർ 2 അറബൈസേഷൻ, അറബ് കൾച്ചറും കൂടെ കൊണ്ടുവരിക. 3ാമത് വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. അതുകൊണ്ടാണല്ലോ ഇപ്പം നിങ്ങൾ മറ്റേ സ്റ്റേയിങ് ടുഗദറും മറ്റേ ഹോമോസെക്ഷുവാലിറ്റിനെ പറ്റിയിട്ടുള്ള കാതൽ സിനിമയൊക്കെ വരണം. മനസ്സിലായാലേ? കാതൽ സിനിമയിൽ അനുകൂലിച്ചാൽ പറഞ്ഞ കേട്ടോ, നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞൂടാ. ആ സിനിമയിൽ ഹോമോസെക്ഷുവാലിറ്റീനെ അനുകൂലിച്ചിട്ടാണ് പറയുന്നത്. അതിൽ പക്ഷേ ആ വൈഫ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യണ കാണിക്കുന്നുണ്ട്. 20 years അവർ സഫർ ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ അത്രയും കൺസെപ്റ്റുകളെ എങ്ങനെ തള്ളിക്കളയാമോ? ഈ പറയുന്നത് പോലെ താങ്കൾ പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ എഗ്രിയും ചെയ്യുന്നു. പക്ഷേ വെസ്റ്റേണൈസേഷനും അല്ലെങ്കിൽ അറബനൈസേഷനും ഒരേ ശ്വാസത്തിൽ പറയേണ്ട 2 കാര്യങ്ങളാണ്. കാരണം ഈ നഗരങ്ങളിൽ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നോർത്ത് ഇന്ത്യയിൽ ആര്യനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കുന്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലല്ലേ? മുസ്ലിം മെജോറിറ്റിയുള്ള ഏരിയകൾ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ചാർമിനാർ ഏരിയ ഹൈദരാബാദിൽ ഞാൻ അന്ന് പഠിക്കാനായിട്ട് ഞാൻ പഠിക്കുമ്പോൾ എല്ലാവരും നല്ല മോഡേണായിരുന്നു അവിടെ. ഇപ്പോൾ പോയി നോക്കിയാൽ ഒരൊറ്റം തന്നെ മുഖം കാണില്ല. അത് സലാഹുദ്ദീൻ്റെയും ഒവൈസിയുടെയൊക്കെ ഇടപെടലുകളുടെ ഭാഗമായിട്ട് അതിന് പുറകോട്ടുണ്ട്. അപ്പോൾ ഈ ആര്യനൈസേഷനുള്ള സറ്റലൈറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ രൂപം വരാൻ പോണത് ഓൺലി വെൻ ദറ്റ് ഇത് വരുമ്പോൾ ഫുൾ ഫോമിൽ വരുമ്പോൾ. ഇപ്പം അതൊരു ആൻറ്റി മുസ്ലിം പ്ലാറ്റ്ഫോം മാതിരി നിൽക്കുകയാണ്. അതിൻ്റെ ഒറിജിനൽ രൂപം വരുമ്പോഴാണ് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെ, അത് കാസ്റ്റ് ബേസ്ഡാണ്. കാസ്റ്റാണ് അതിൻ്റെ ഇഷ്യൂ. അനിൽ ചോദിച്ചതിൻ്റെ തുടർ ചോദ്യമാണ്, അറബൈസേഷനെയും വെസ്റ്റേണൈസേഷനെയും നമുക്ക് ഒരേ തോതിൽ കാണാൻ പറ്റുമോ? ബിക്കോസ് അറ്റ്ലീസ്റ്റ് സ്ത്രീകളെ സംബന്ധിച്ചെങ്കിലും വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസീവ്. ഞാനല്ല വെസ്റ്റേൺ നിങ്ങളെ കച്ചവട ചെറുക്കാക്കുകയാണ്. നോട്ട് ചെയ്തോളാം, ഞാൻ പറയാം. സ്ത്രീയെ ഒരു കച്ചവട ചെറുക്കാക്കിയിരിക്കുകയാണ് വെസ്റ്റേൺ ഇതിൽ. അതായത് അതിൻ്റെ പോൺ ഇൻഡസ്ട്രി, അതിൻ്റെ മോഡലിംഗ് ഇൻഡസ്ട്രി, പിന്നെന്താ എന്നാൽ പിന്നെ അതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അതൊന്നും നിയന്ത്രിക്കുന്നില്ല. ആക്ച്വലി ഐ ടെൽ യു ദാറ്റ് പോൺ ഇൻഡസ്ട്രി ഈസ് എ സ്ലേവ് ഇൻഡസ്ട്രി ആക്ച്വലി. അത് പുറത്തവർ പറയുന്നില്ലല്ലോ, മനസ്സിലായോ? അതായത് ഇവർ ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുന്ന പെൺകുട്ടികളാണ് അവിടെ നിന്ന് നോക്കുക. ഈ പ്രത്യേകിച്ച് നവഡേസ് ദ ട്രാഫിക്കിംഗ് ഫ്രം ചെക്കോസ്ലോവാക്യ ആൻഡ് ദി ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസ് ആൻഡ് അതിനാണ് അവിടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഒരു ഭാഗം അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ക്രിമിനൽ എലമെന്റ് താങ്കൾ പറയുന്നത് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. എനിക്ക് സിതാര ചോദിച്ചതും ഈവൻ ഞാൻ നേരത്തെ ചോദിച്ചതും ഈ പുതുതായി വരുന്ന മറ്റു ചില കൺസെപ്റ്റുകളെ അല്ല അത് ഇതേമാതിരി അങ്ങ് തള്ളിക്കളയുന്നത് ശരിയാണ്. അല്ല, തള്ളിക്കളയാ. ഞാൻ ആ സിനിമ പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൽ ജ്യോതിക 20 കൊല്ലം
കാരണം 20 കൊല്ലം സഹിക്കുകയാണ്. ജ്യോതിയോട് ചോദ്യം ചോദിക്കും കോടതിയിൽ, നിങ്ങൾ എത്ര തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് 20 കൊല്ലത്തിന്? ജ്യോതി പറഞ്ഞു 4 തവണ ബന്ധപ്പെട്ടിരുന്നു. പിന്നെ എന്തിനത് സഹിച്ചിരുന്നു? അത് സഹിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി മാത്രം ഉണ്ടായതാണ്. 4 ഒരറ്റംപ്റ്റ് കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടുണ്ടായതാണ്. അപ്പോൾ ആ വൈഫ് സഫർ ചെയ്യുന്ന ട്രോമ. അപ്പോൾ ഒന്ന്. രണ്ടാമത്തെ അതിൽ പീഡോഫിലിയ. ഇവരെങ്ങനെയാണത് പഠിച്ചു വരണത്? ഇവർ ആ പീഡോഫിലിക് സൈറ്റിലേ തുടങ്ങുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അനുഭവമുള്ള ആളുടെ കോളേജിലൊക്കെ പഠിക്കും, സ്കൂളിൽ പഠിക്കുമ്പോൾ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഈ പീഡനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ല. മദ്രസയിൽ പീഡനം, സ്കൂളിൽ പീഡനം. അത് ഈ ആൺകുട്ടികളാണ്, പെൺകുട്ടികളല്ല, അത് ആൺകുട്ടികളാണ്. That is a perversion. As a doctor, I am a neurologist, so I'll tell you very clearly, it is a perversion. See, bestiality, my choice is bestiality എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതെൻ്റെ ചോയ്സാണ്, ഒരു കുഴപ്പമില്ലല്ലോ, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല, അതെൻ്റെ ചോയ്സാണ്. bestiality, you can't compare bestiality with homosexuality. You need to explain why homosexuality cannot be admitted as a normal thing. അത് ഞാൻ നോർമൽ തിങ് ആവുന്ന ഒരു അബ്നോർമൽ തിങ് ആണെന്നാണ് ഞാൻ വാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ എന്ന് പറഞ്ഞു, ഞാൻ അബ്നോർമൽ എന്ന് പറഞ്ഞു. അതേ പ്രോബ്ലം എന്താ അറിയോ? അബ്നോർമൽ എവിടെ വരണം? ദീസ് പീപ്പിൾ ആർ ക്ലോസറ്റ് ഹോമോസെക്ഷൽസ്. അപ്പോൾ അവർ പോയിട്ട് കല്യാണം കഴിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. അവർ ബൈസെക്ഷലായിട്ടാണ് ടേണപ്പ് ചെയ്യുന്നത്. അവിടെയാണല്ലോ ഇതിൻ്റെ പ്രോബ്ലം. സോ ഈ സൊസൈറ്റിയുടെ പ്രശ്നം കാരണമായിരിക്കുമല്ലോ ഇവര് കല്യാണം കഴിക്കുന്നത്. ഈ സർ ഈ കാതൽ റെഫറൻസ് പറഞ്ഞു. കാതൽ റെഫറൻസിന് അദ്ദേഹത്തിന് മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് സിനിമയിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അല്ല, അത് ആ പ്രഷർ എല്ലാവരുടെ മുകളിൽ ഉണ്ടാവില്ലേ? ബിക്കോസ് എവൻച്വലി അതാണ്. ബേസിക്കലി ഏത് യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ മെറിറ്റിൽ പഠിക്കുന്ന യുഗത്തിലല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കുന്നത് സ്വയാശ്രയ കോളേജുകളിലാണ് അധികം പേരും. എന്തായാലും അവിടെ നിങ്ങൾ അച്ഛന്മാരെ പൈസ കൊടുക്കുന്നു. 32 കോളേജുള്ളതിൽ കേട്ടോ കേൾക്ക്, ഞാൻ മക്കളോട് പറയാം, നിങ്ങൾ എന്തുവാണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ മെറിറ്റ് കയറിക്കോ, പിന്നെ ഫസൽ ഗഫൂർ അങ്ങോട്ട് പഠിപ്പിച്ചോ. അതല്ല എന്തല്ലേ, സ്വയാശ്രയ കോളേജിൽ ഞങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കാൻ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കണം. എക്കണോമിക് ഇത് പേരൻസിനുണ്ടല്ലോ, അവരെ ഇതിരിക്കില്ല. അവർ പറഞ്ഞവർ കേൾക്കാതിരിക്കാൻ പറ്റില്ല. സ്വന്തം സെക്ഷുവാലിറ്റി ഇല്ല. അത് ഇത് നമ്മൾ അതിൽ മാത്രം പോകണ്ട. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറഞ്ഞോ, മനസ്സിലല്ലേ? അത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മതമേലധ്യക്ഷന്മാർക്ക് ഒരു ഹൈറാർക്കിക്ക് ഒരു റോളില്ല എന്ന് പറയുമ്പോൾ സമസ്തയ്ക്ക് വലിയ പ്രസക്തി ഇല്ല. ആയിരിക്കും പ്രസക്തി എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് ഹാവ് എ റൈറ്റ് ഓവർ അസ്. ദേ ഡോണ്ട് ഹാവ് എനി റൈറ്റ്. സമസ്തയല്ല, ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ആർക്കെങ്കിലും റൈറ്റ് ഉണ്ടോ? ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിലും ഇല്ല. ഒരു വിശ്വാസിയായ മുസ്ലിമിന്റെ മുകളിൽ ഒരു സമസ്തക്കും ഇല്ല, മുജാഹിദിനും ഇല്ല, ജമാഅത്തിനും ഇല്ല, ആർക്കില്ല. അതൊക്കെ ഉള്ളി ഒരു എന്താ പറയുക, അവാന്തര വിഭാഗങ്ങൾ. അവർ അടിസ്ഥാനപരമായി ചെറിയ ചെറിയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഭാഗങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ സമസ്തയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള സൂഫി എന്നുള്ള ലൈനിൽ നമുക്ക് എടുക്കാം, മനസ്സിലായില്ലേ? ദ ഹോൾ കൺട്രി സൈഡ് ഓഫ് ഇന്ത്യ ഈസ് ഡോട്ടഡ് വിത്ത് ടോംസ് എന്നാണ്, മനസ്സിലായില്ലേ? ഇത് നമ്മൾ പറയല്ലോ മസാർ ആണ് ഇന്ത്യ അങ്ങനെയാണത്. അത് ഇന്ത്യ ഇവിടെ മാത്രമൊന്നുമല്ല, ഇന്ത്യ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് അവർക്ക് ലോക്കലി ഓഫ് കോഴ്സ് ആ പള്ളി കമ്മിറ്റിയിൽ അവർക്ക് സ്വാധീനം ഉണ്ടാവും. അപ്പോൾ അത് അവർക്ക് സ്വാധീനമുണ്ട്. അവർ അവിടെ പോകണമെങ്കിൽ പോകണമെങ്കിൽ അതല്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ ആ ഒരു പ്രശ്നമില്ലത്. അവർക്ക് ആബ്സല്യൂട്ട്ലി ഒരു പ്രോബ്ലം ഇല്ലല്ലോ, പോവാതിരിക്കുക. അത് അത്രയും സിമ്പിളാണ്. എന്താ വെച്ചാൽ ഈ കോൺട്രറി ടു ഹിന്ദു റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി ആകട്ടെ ഇസ്ലാമിസം ആകട്ടെ, കുട്ടി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ അയാളുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നത്തിങ് ഡൂയിങ്. അതായത് ഇതൊക്കെ തെറ്റായിട്ടുള്ള ധാരണകളാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മാമോദീസ മുക്കുന്നു ക്രിസ്ത്യാനി, അത് അഗ്രി ചെയ്തു, അതിലൊരു റൈറ്റ് ഉണ്ട്. നമുക്ക് മത്തായി ചാക്കോടെ കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇസ്ലാമിൽ അങ്ങനെയല്ല. അതിൻ്റെ പിതാവ് പറയുന്ന ആളോ ചെവിയിൽ ഓതി കൊടുക്കുകയാണ്, വെൽക്കം ടു ദിസ് റിലിജൻ, മനസ്സിലല്ലേ? ചെവിയിൽ. അങ്ങനെയാണ് ഈ ബിക്കംസ് എ മുസ്ലിം. വൺസ് ഹി ബിക്കംസ് എ മുസ്ലിം ഹി ഈസ് ഓൾവേസ് എ മുസ്ലിം ടിൽ ഹി ഡൈസ്. അപ്പോൾ നെക്സ്റ്റ് എന്താ? പള്ളി പോകും. ഏത് പള്ളിയിലും 3 വർഷം അതിനറിയാലോ. ഏത് പള്ളിയിലായിരിക്കും പോവുക. ഇനി പോവാതിരിക്കുന്നത് വെച്ചാൽ അതും ഒന്നും കുഴപ്പമൊന്നുമില്ല, അവർ മുസ്ലിം അല്ലാതാവുന്നില്ല. മാരേജ് റൈറ്റ്സ് 2 സാക്ഷികൾ മതിയല്ലോ. അത് പെരിയാർ എടുത്ത പരിപാടി തന്നെ. അത് പെരിയാർ ദ്രാവിഡ കഴകം ഉണ്ടാക്കുമ്പോഴല്ല, ദ്രാവിഡ കഴകത്തിൻ്റെ നല്ല കാലഘട്ടത്തിൽ പെരിയാർ പറഞ്ഞിരുന്നത് ഈ റൈറ്റ്സ് ഒന്നും വേണ്ട, ഈ അഗ്നി പ്രദക്ഷിണമൊന്നും വേണ്ട, പ്രീസ് ഒന്നും വേണ്ട. അത് തന്നെ ഇസ്ലാമിലുള്ള 2 സാക്ഷി വേണം.
ആ സാക്ഷികൾ ഒപ്പിട്ടാൽ മതി. വലിയ എന്ന് പറഞ്ഞാൽ അതാരാണ്? പിതാവ്. അതെങ്ങനെയാണെന്നറിയോ? ഇപ്പം എൻ്റെ മകളെ ഞാൻ പ്രശാന്തിൻ്റെ മകനെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലായില്ല, പ്രശാന്തിൻ്റെ മകനും ഞാനും കൂടെയാണ് ഇടപാട്. നമ്മളാണ് നേർക്കിരിക്കുന്നത്. അതിൽ 2 സാക്ഷിയാണെന്നുള്ള. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുക, സോഷ്യൽ പ്രാമുഖ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പണക്കാട് തങ്ങളെ കൊണ്ടുവരും, വേറെ ചില ആൾക്കാർ കാന്തപുര അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുവരും, വേറെ ചില ആൾക്കാർ നമ്മുടെ എന്താണ് പറയുക ജമാഅത്തെ ഇസ്ലാമിക്കാർ ആണെങ്കിൽ കൊണ്ടുവരും, അവരെ കൊണ്ടുവരും. അവരുടെ റൈറ്റ്സൊക്കെ ഡിഫറെൻ്റാണ്. ഇതുമാതിരി പള്ളിയിൽ വെച്ചിട്ടാണ് മുജാഹിദിൻ്റെ. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. ഇനി അടുത്തത് മരണത്തിൽ നമാസെ ജനാസ എന്ന് വെച്ചാൽ ഈ നിസ്കാരം, മരണം കഴിഞ്ഞിട്ടുള്ളൊരു നിസ്കാരം ഉണ്ടല്ലോ എല്ലാവരും കൂടെ, അത് മകനല്ലേ നടത്തുന്നു, മകനാണ് നടത്തുന്നത്. അപ്പോൾ ആദ്യം പിതാവിൽ നിന്ന് ആരംഭിച്ച് പിന്നെ മകനിൽ അവസാനിക്കണം. മനസ്സിലായി? പിതാവ് ചെവിയിൽ പറക്കും, പിന്നെ മകൻ പിതാവിൻ്റെ റൈറ്റ്സ് നടത്തുന്നു. അല്ല ഇതൊക്കെ വെറുതെ, അതിപ്പോൾ നമ്മൾ ഒരു ഗെയിമൊക്കെ ഇപ്പോൾ നമ്മൾ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടിരും, നമ്മളവിടെ ഒരു സോഷ്യലായിട്ട് പ്രാമുഖ്യം ഉണ്ടെന്ന് കാണിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ഇത് ഞാനായിട്ട് പറയുന്ന കാര്യമല്ല, ഇത് ഇസ്ലാമിൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആരും ഇതിനെ പറ്റിയിട്ട് തർക്കിക്കാനൊന്നും പോകുന്നില്ല. താങ്കൾ ഈ ഒരു പ്രോഗ്രസീവ് നിലപാടെടുത്ത് ലീഗിന്റെ സപ്പോർട്ട് കിട്ടിയിരുന്നു? ഇത് പ്രോഗ്രസീവ് നിലപാടൊന്നുമല്ല, ഇത് ഒറിജിനൽ നിലപാടാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ദയാനന്ദ സരസ്വതി പറഞ്ഞ മാതിരി ബാക്ക് ടു ദ വേദാസ് എന്ന് പറഞ്ഞതാണ്. അത് ഞങ്ങൾ അതിനോട് പോലും യോജിക്കുന്നില്ല. ബാക്ക് ടു ദ വേദാസ് മീൻസ് ഇറ്റ് ഇസ് ആര്യനൈസേഷൻ. മനസ്സിലായില്ലേ? എന്താണ് ഇപ്പോൾ കച്ചറ നടക്കണേ? ഒരു കുഴപ്പമൊന്നുണ്ടായിരുന്നല്ലോ. മനസ്സിലായി? ഇതാണ് ധർമ്മം, സനാതന ധർമ്മം ഒരു ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റാണ്. അതൊക്കെ വായിച്ചാൽ അറിയാലോ. അത് ഈ സാധാരണക്കാരനായിട്ടുള്ള ട്രൈബലിനോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനോ OBCകൾക്കോ അവർക്ക് ഇതെന്താന്ന് പോലും അറിയില്ല. ഇതൊക്കെ അറിയണ കേരളത്തിലുള്ളൂ. കേരളത്തിൽ വായനയും വിവരമൊക്കെ ഉള്ളതുണ്ട്. ഞാൻ പുറത്ത് പഠിച്ചിട്ടുള്ള ആളുണ്ടാണ്. ആന്ധ്രയിലും ഞാൻ പട്നയിലും ശ്രീനഗറിലും മധുരയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതുമാതിരി ആണ് ഈ പറയുന്നത്. ഇതൊക്കെ കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who have got some vested interest in these things belonging to all communities. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കുക ഈ പെൺകുട്ടികളോട്. ഇപ്പോൾ 2 പെൺകുട്ടികൾ, നിങ്ങളൊറ്റ ചോദ്യമാണ്, നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഏതെങ്കിലും മതസംഘടന പറഞ്ഞിട്ടാണോ? അല്ല. പ്രശാന്ത് വന്നോ, ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ വന്നോ, ഒരു 500-1000 പെൺകുട്ടികളെ ഞാൻ ഓൾറെഡി ഒരിക്കൽ എടുത്താണ്, ഓർമ്മ ഉണ്ടാവും. വയസ്സിൻ്റെ കാര്യത്തിൽ അന്ന് നമ്മൾ എഴുതി കൊടുത്തതിൽ ഇതും പെട്ടു. അവരൊന്നും വോട്ട് ചെയ്യുന്നതൊന്നും ഇതിൻ്റെ പേരിലല്ല. ഇത് വെറുതെ ഒരു വോട്ട് ബാങ്കിനെ നമ്മൾ സൃഷ്ടിക്കണം. ഏത് ഇവരുടെ അടുത്ത് വോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൃഷ്ടിക്കണം. അതായത് NSSൻ്റെ വോട്ട് ബാങ്ക് മാതിരിയാണ്. അതായത് വോട്ട് ബാങ്ക് ഒക്കെ സുകുമാരൻ നായരുടെ കയ്യിലാണ് ഇതൊക്കെ ഇരിക്കുന്നതെന്ന് മറ്റുള്ളവർ പോയി പറയും. എന്ത് അപ്പോൾ എന്നിട്ട് അവർ ഇയാളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഡൽഹി നായരും ചങ്ങനാശ്ശേരി നായരും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് കൊണ്ടുവരികയാണ്. സുകുമാരൻ നായരുടെ അടുത്തും വോട്ടില്ല, വെള്ളാപ്പള്ളിയുടെ അടുത്തും വോട്ടില്ല, ഞങ്ങളുടെ മതസംഘടനകളിലും വോട്ടില്ല, ആരുടെ അടുത്തും വോട്ടില്ല, എൻ്റെ അടുത്തും വോട്ടില്ല. വോട്ടില്ല. വളരെ സിമ്പിളാണ്. ആരെങ്കിലും MES ഞാൻ പറഞ്ഞാൽ പോകും, വോട്ടിയുടെ കാര്യത്തിൽ ആരും കേൾക്കില്ല. പിന്നെ എന്തുകൊണ്ടായി മതസംഘടനകൾ ഇത്രയേറെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? NSS, SNDP അതായത് ഇത് കേരളത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലമാണല്ലോ ആക്ച്വലി. ഈ കേരളത്തിൽ നമ്മൾ വിമോചന സമരകാലത്ത് നമ്മൾ നോക്കണം, എൻ്റെ ഓർമ്മ വെച്ച് പറയാം, 35% വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും 36% വോട്ട് കോൺഗ്രസിനാണ്. ഇതിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല. ഈ 1% 2% അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂട്രലായിട്ട് നിൽക്കുന്നവർ വോട്ട് ചെയ്യണം. അപ്പോൾ എവറി വോട്ട് കൗണ്ട്സ്. അതുകൊണ്ടാണ് ഇവരെ മാത്രമല്ലല്ലോ പ്രീണിപ്പിക്കുന്നത്. കോൺഗ്രസ് S, NCP, കേരള കോൺഗ്രസ് B, ഇതിനെ വ്രണിപ്പിക്കണ്ടല്ലോ. പിന്നെ എന്തിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാതിരി അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസുമായിട്ട് വലിയൊരു സംഘടന എന്തിനാ ഇവരെ പുറത്ത് നടക്കുന്നു? ഇവരെ അത് നടക്കാതിരുന്നതിനെ കൊണ്ടാണ് രാജസ്ഥാൻ തോറ്റതെന്നാണല്ലോ പറയുന്നത്. അറിയാലോ, അവിടെ കൊച്ചു പാർട്ടികളുണ്ട്. അതേസമയം യോഗി ആദിത്യനാഥ് എല്ലാ കൊച്ചു പാർട്ടികളെയും എടുത്തു. അതായത് നമ്മുടെ കുശ്വാഹ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പറയുക അത് ബോട്ട്മൻ, അത് നിശാം പാർട്ടി, അവരെല്ലാവരും അനുപ്രിയ പട്ടേലിൻ്റെ കുർമി പാർട്ടി അതെല്ലാം അവരെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയൊരു മാർജിനിൽ പോകുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റുകൾ അതേമാതിരിയാണ് ഈ മതസംഘടനകളുടെ.
അവർ തന്നെ അവരല്ല കുറേ ആൾക്കാർ പബ്ലിസിറ്റി ഉണ്ടാക്കും. ഇത് ഇയാൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ, ഇയാളാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അയാളെ പോയിട്ട് ഇവർ പോയി കാണും, എന്നിട്ട് എൻ്റെ പേര് പറയുമെന്ന് പറയും. അൺഫോർച്ചുനേറ്റ്ലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ പോയി വീണിക്കണം. ഇപ്പോൾ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണിട്ടുണ്ട് ഇപ്പോൾ ഇല്ലേ, അവരും പോയി വീണിട്ടുണ്ട്. ഇപ്പോൾ എന്തോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അത് ഭയങ്കര തെറ്റാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, വളരെ സ്ട്രോങ് ഒപ്പീനിയനിൽ ഞാൻ പറയാം. മുസ്ലിം ലീഗ് തന്നെ വോട്ട് സിമ്പിളാണ്. ഒരു മതസംഘടനക്കും അല്ല വോട്ട് ഇസ് ഓൺലി ഫോർ മുസ്ലിം ലീഗ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ മേജർ വോട്ട് കിടക്കുന്നത് ഗുരുവായൂരിന് മുകളിൽ, ഗുരുവായൂരിന് താഴത്തോട്ട് വോട്ടില്ല, മനസ്സിലല്ലേ? അത് താഴത്തോട്ട് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സൊക്കെ തന്നെ വോട്ട്. ഇവർ മതസംഘടനകൾ പറഞ്ഞു അതിനിപ്പോൾ കാണിച്ചു കൊടുത്തില്ല. ഇവർ 2 സമ്മേളനം നടത്തി കാണിച്ചില്ലേ. ഒന്ന് തങ്ങന്മാരും മറ്റേ മുത്തലാഖിൻ്റെ, 2 ഇപ്പം നടന്ന പാലസ്തീനിൽ. അതിൽ ഇവർ നിറയെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ലേ? എത്രയാ പെണ്ണുങ്ങളെ കൊണ്ടുവന്നവർ? അത് ലീഗ് ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഇത്രയധികം സ്ത്രീകളെ, ഞാൻ പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ദ്രാവിഡ ഫിലോസഫിയുടെ ആളാണ്, ഞാൻ ഒരു പെരിയാറിസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊക്കെ പറയും. അല്ല, അവർക്കൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നം വെച്ചാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഗ്രൂപ്പ് ഓഫ് മുസ്ലിം ഗേൾസ് ആർ കമ്മിങ് ഔട്ട്. അവരുടെ അടുത്തോട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദേ വിൽ ഗോ ഫോർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർ കോൺഗ്രസ് പാർട്ടിയിലോട്ട് അവർ പോവും. അവർക്കും പൊളിറ്റിക്സ് താല്പര്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ പോവും. അതുകൊണ്ട് ഇപ്പോൾ ലീഗ് വളരെ റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു 100% ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. കാരണം ഇറ്റ് വിൽ ലീഡ് ടു ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ദ പൊളിറ്റിക്സ്. അതായത് നമ്മൾ പറയൂലേ ജാതി അധികം ഉപയോഗിക്കരുത് ഹിന്ദു ഇതിൽ. അപ്പോൾ ഞാൻ ഒരു വേറെ എക്സാമ്പിൾ പറയാം. ഇവിടെ അല്ലേ ജാതി പാർട്ടി ഇല്ലാത്തുള്ളൂ? ഇവിടെ ജാതി പാർട്ടി ഇല്ല ശരിക്കും. NSS എന്ത് പറയണേ, SNDP പറഞ്ഞതല്ല, ജാതി പാർട്ടി ഇല്ലല്ലോ. ബീഹാറിലുള്ള UP-ലുള്ള മാതിരി ജാതി പാർട്ടി ഇല്ല. ഒന്ന് ഇത് ഇപ്പുറത്ത് തന്നെ അതേമാതിരി തന്നെ മുസ്ലിംസിന് അത് ബാധകമല്ലേ. ഈവൻ ക്രിസ്ത്യൻസിന് അങ്ങനെ ഒരു പാർട്ടികളില്ലല്ലോ. കത്തോലിക്ക പാർട്ടി, മാർത്തോമ പാർട്ടി, അങ്ങനെ പാർട്ടിയില്ല. അല്ല, അത് ഒരു ക്രിസ്ത്യൻ പാർട്ടിയല്ലേ മൊത്തം. അതിപ്പോൾ ലീഗ് ഉണ്ടല്ലോ. അല്ല, അതൊന്നും ഏക്കണില്ലല്ലോ. അത് വേര് പിടിക്കുന്നില്ലല്ലോ ഒന്നും. അത് വെറുതെ BDJS ഉണ്ട് എന്ന് പറഞ്ഞാൽ നടന്നിട്ട് കാര്യമില്ലല്ലോ. അതിന് മുമ്പ് SRT NDP ഉണ്ടായിരുന്നില്ലേ? അതുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ. അവരിടപെട്ടാൽ അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെ ദോഷം ചെയ്യും, മനസ്സിലല്ലേ? കമ്മ്യൂണിറ്റിയുടെ ഇടയിലുള്ള റിലീജിയസ് മാറ്റേഴ്സിനെ പൊളിറ്റിക്കലായിട്ട് കൺവേർട്ട് ചെയ്തത്. റിലീജിയസ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ ഏറ്റവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൊരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. പല അഭിപ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്നില്ല പ്രശാന്ത്. അതുകൊണ്ടല്ല, പ്രശാന്തിന് ഓർമ്മയില്ലേ നമ്മൾ അൽഫിത്ര ഒക്കെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയതൊക്കെ. ഒരു റിലീജിയസ് ആയിട്ടൊരു പ്രശ്നം വരികയാണ്. അപ്പോൾ സമസ്ത പറയുന്നു ഞങ്ങളതിൽ ഇടപെടണം, കാരണം ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അവർ സാമുദായിക സംഘടന എന്നുള്ള ഇടപെടൽ തെറ്റുണ്ടോ? അവരുടെ കാര്യം പറഞ്ഞോട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു പാർട്ടിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. പിടിയിട്ടില്ല, ഒരു പാർട്ടിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. AP കൺട്രോൾ ചെയ്യുന്നില്ലല്ലോ. AP കൺട്രോളൊന്നും ചെയ്യുന്നില്ല. അത് പിണറായി വിജയൻ മറ്റേ പറഞ്ഞ ഓർമ്മയുണ്ടോ? ബോഡി വേസ്റ്റ് അത് പറഞ്ഞല്ലേ. അപ്പോൾ അത് AP അവിടെ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞപ്പോൾ. അത് പിണറായിയുടെ അഭിപ്രായം, അത് AP-യുടെ അഭിപ്രായം. അതേമാതിരി ഈ ഇതിൽ അവർ പോയി ഇടപെടുന്നത് ശരിയല്ല. നോക്കരുത്. അതാണല്ലോ ഇപ്പോഴത്തെ ഇഷ്യൂ കിടക്കുന്നത്. മുസ്ലിം ലീഗ് ഇതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും പൊതു പ്ലാറ്റ്ഫോമായി നിലനിൽക്കണം. തീർച്ചയായിട്ടും നിലനിൽക്കണം. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. അതായത് കേരളത്തിൽ ദർ ആർ 3 choices. ഫസ്റ്റ് ചോയ്സ് ഇസ് ഫോർ ദ മുസ്ലിംസ്. 1 is the Muslim League, 2nd is the Congress, 3rd is the Communist Party. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേരാണ് കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് പോയിട്ടുള്ളത്, ലീഗിൽ നിന്നല്ല. അപ്പം അത് നിന്നോട്ടെ, അത് നിൽക്കുന്നതിനെ കൊണ്ടെന്താ കുഴപ്പം? BJP is trying ഗുണം ചെയ്യിപ്പിക്കാനായിട്ട് ഓരോ ഇഷ്യൂ അവരെടുത്തിട്ടുണ്ട്. അതായത് ഇതിലെങ്ങനെയെങ്കിലും ഒരു തിരുപ്പുണ്ടാക്കി വല്ലതും ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെ അത് ഏക്കണില്ല, കൂടിയിട്ടില്ല, അങ്ങനെ അത് ഏക്കുന്നില്ല. കാരണം ദ ഹിന്ദു ആൾസോ ഈസ് റിലീജിയസ്.
സോ ദ ഹിന്ദു വിൽ ഓൾവേസ് അക്സെപ്റ്റ് ദ റിലീജിയോസിറ്റി ഓഫ് അതർ പീപ്പിൾ. പിടിയിട്ടേ അവർക്കത് ഹിന്ദുസിന് അത് വലിയൊരു പ്രശ്നമല്ല മറ്റുള്ളവർ റിലീജിയസ് ആവുന്നത്. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു ഈ പറയുന്ന ഹിന്ദുത്വത്തെ അറിയുന്ന ഹിന്ദു അല്ല. അല്ല, സംഘപരിവാർ സെമിറ്റിക് ഹിന്ദുയിസമാണ് മുന്നോട്ട് വെക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദുത്വമല്ല, സെമിറ്റിക് ഹിന്ദുയിസമാണ്. അതായത് ഒരു സ്ട്രക്ചറിൻ്റെ കീഴിൽ നിൽക്കുന്ന അതൊന്നും ഇന്ത്യയിൽ നടക്കില്ല. ഞാനൊരു കാര്യം കൂടെ ഇടയിൽ ഞാൻ പറയാൻ മുട്ടേ. എൻ്റെ മഹാഭാഗ്യത്തിന് ഐ സ്റ്റഡീഡ് ഇൻ പട്ന, ശ്രീനഗർ, ഹൈദരാബാദ്, മധുരൈ, മദ്രാസ്. അപ്പോൾ എത്ര ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലൂടെ പോയി എന്ന് പറഞ്ഞാൽ, ഹൈദരാബാദ് എന്ന് വെച്ചാൽ MIMൻ്റെ സ്ഥലമാണ്, അറിയാലോ. അവരുടെ ഉറുദു കൾച്ചർ, അവിടെയാണ് മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത്. കാശ്മീർ വേറൊരു സെറ്റപ്പ്, പട്ന വേറൊരു സെറ്റപ്പ്, മറ്റ് ദ്രവിഡിയൻ സെറ്റപ്പ്. അവിടെ ഞാനപ്പോൾ അത് കണ്ടിടത്തോളം ദി ഹിന്ദു ഈസ് ബേസിക്കലി അവരുടെ ഒരു ലോക്കൽ ഒരു കൾച്ചറുണ്ട്. അതിനോടാണ് അവർക്ക് താല്പര്യം. അതിനൊരു ഏകീകരിച്ചൊരു സംഭവം. ഇപ്പോൾ ഉദാഹരണം, ട്രൈങ് ടു ക്രിയേറ്റ് എ പാൻ ഇന്ത്യൻ ഗോഡ് ഔട്ട് ഓഫ് ശ്രീരാമ. ശ്രീരാമ എത്ര സ്ഥലത്ത് എത്ര ശതമാനം ആൾക്കാരെ ഗോഡാണ് പറയും, ചിന്തിച്ചു നോക്കൂ. അത് സമ്മതിച്ചു. അത് ഡിപ്പെൻസ് ഓൺ ഹൺഡ്രഡ്സ് ഓഫ് ഡയറ്റീസ്, ഹൺഡ്രഡ്സ്. ഒരു ഏരിയയിലെ ഒരു ഡേറ്റയാണ് അതിൻ്റെ ആൾ. എന്തിനാ ഇപ്പോൾ ഈവൻ ഏറ്റവും പോപ്പുലർ ഗോഡ് ശ്രീരാമനല്ല, ഏറ്റവും പോപ്പുലർ ഗോഡ് ശിവനും ശ്രീകൃഷ്ണനുമാണ് ആണ്. അതും ഒരു ഏരിയ സ്പെസിഫിക്കാണ്. നമ്മൾ ആ ഏരിയ പോകുമ്പോൾ അവിടെ വേറെ ഗോഡിനെ കാണും, ഉണ്ടാവും. അല്ല, ആ ദൈവം നമ്മൾ ആ ദൈവത്തിനെ കൊച്ചാക്കണമല്ല. ആ ദൈവം ആ ജനങ്ങളുടെ ദൈവമാണ്, ആ ജനങ്ങൾ. അപ്പോൾ ഞാനൊരു എക്സാമ്പിളും കൂടെ പറയാം. ആന്ധ്രാപ്രദേശിൽ പോച്ചമ്മ, കട്ടമിസ്യമ്മ, ഇങ്ങനെയുള്ള ദൈവങ്ങളുണ്ട്. ആന്ധ്രയിൽ എല്ലാവരും പറയുന്നത് വെങ്കടേശ്വര സ്വാമിയാണ് ദൈവം എന്ന്. അല്ല, ഇവരുടെ ഭയങ്കര ഫെസ്റ്റിവലുകളൊക്കെ ഉണ്ട്. അത് OBC ദളിത് വിഭാഗമാണ് അതിൻ്റെ ഇവരെ പുറയിലുള്ളത്. മറ്റേത് കുറച്ചും കൂടെ അപ്പർ കാസ്റ്റും സൂഡോ ആര്യൻ ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ഈ ഇൻ്റർമീഡിയറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് ഹിന്ദുയിസ്റ്റിൽ. റെഡ്ഡികൾ, ഖമ്മ ആന്ധ്രയിൽ, നായർ കേരളത്തിൽ, വൊക്കലിഗ ലിംഗായത്ത്. ഇവർ സൂഡോ ആര്യനാണ്. അതായത് ഇവർ വെറുതെ ആര്യൻ കുറേ ഐഡിയോളജിയൊക്കെ ഇവരെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവരതൊന്നും പെട്ടൊന്നുമല്ല. ഇവർ ലോക്കൽ സൂദ്രാസാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ഇവരെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ സൂദ്രാസാണ്. മുതലിയാർ, തേവർ. ഏതാ ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇവർ അംഗീകരിക്കില്ലല്ലോ. ഈ തേവർ, ഫോർ എക്സാമ്പിൾ, തേവറൊക്കെ ഇതിൽ പെട്ടാണ്. അവർ പറയണ അവർ ഭയങ്കര ആൾക്കാരാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവരൊന്നുമല്ല, ബ്രാഹ്മണിക്കൽ സെറ്റപ്പിൽ അവരൊന്നുമല്ലല്ലോ. നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയം ലീഗ് LDFിലേക്ക് പോവും കേട്ടു തുടങ്ങിയിട്ട് കുറെ നാളായി. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? അത് സൂയിസൈഡലായിരിക്കും. ലീഗിനല്ല, രണ്ടുപേർക്ക് സൂയിസൈഡ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവരങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചോ, കോൺഗ്രസ് ഓൾറെഡി ഇറ്റ് ഇസ് ക്രംബ്ലിങ്. ഇവിടെ 20% കണ്ട വോട്ടുള്ളൂ അല്ലേ? കോൺഗ്രസിന് വോട്ട് 20 ഉള്ളൂ പ്രശാന്ത് കേരളത്തിൽ. സംശയമാണ്. അതെ, ലീഗിൻ്റെ ഒക്കെ വോട്ടുണ്ടല്ലോ അല്ലേ? ആ ലീഗിൻ്റെ വോട്ട് അടക്കമാണ് ഈ 20%. ഈ 20% വോട്ടും BJPയുടെ 15% വോട്ടും ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴീട്ടോ. അപ്പോൾ ഈ കോൺഗ്രസിന് കുറേ പേര് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ BJP വിൽ ബിക്കം നമ്പർ 1. അതെ, പക്ഷേ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഇനിയും ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നതിൽ ലീഗിന്റെ ജോലി, ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പാർട്ടിയല്ലേ, ഭരണം കുറച്ച് മാറിയിക്കട്ടെ, ഇനിയും മാറിയിക്കട്ടെ. ശക്തി ലീഗിനുണ്ടോ? ആക്കുണ്ട്. ലീഗ്, ഐ വിൽ ടെൽ യു, ലീഗ് ഇസ് എ ഗുഡ് പാർട്ടി. കാരണം അവരായിട്ട് ഞാൻ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അവരെ ആൾക്കാരൊക്കെ ഒരു കമ്മിറ്റഡും പിന്നെ വളരെ സിമ്പിളായിട്ടും അവരെ MLA മാരൊക്കെ വളരെ സിമ്പിൾ അല്ലേ, കുറച്ച് പേരല്ലേ ഉള്ളൂ. അതെല്ലാം പാവങ്ങളാണ്. കുറുക്കോളി മൊയ്തീൻ, നജീബ് കാന്തപുരം, TV ഇബ്രാഹിം ഒക്കെ എല്ലാവരും വളരെ വളരെ സിമ്പിളായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തൊക്കെ ഉണ്ടല്ലോ, മുനിസിപ്പാലിറ്റി പഞ്ചായത്തൊക്കെ അവരതിലുണ്ടല്ലോ. അപ്പോൾ അവരത് വെച്ചൊക്കെ പോവും അവർ. അതുകൊണ്ട് അപ്പോൾ നമ്മളൊരു വി ഷുഡ് നോട്ട് കം ടു എൻ അസംഷൻ ദറ്റ് പിണറായി വിജയൻ കനോട്ട് ബി ഡിഫീറ്റഡ്. മേ ബി വിൽ ബി ഡിഫീറ്റഡ്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ തന്നെ, നമ്മളിപ്പോൾ നടക്കാൻ പോണ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ കോൺഗ്രസ്സിന് ഒരു ഡൈ ഓർ ഡു ആണ്. കോൺഗ്രസ്സിന് ഇവിടെയുള്ള 15 സീറ്റും 15 അല്ലേ, അതെ 16 അല്ലല്ല, മറ്റൊരു പെടുമല്ലോ.
ലീഗും ഒക്കെ, UDF അല്ല, കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ കുറവ് വന്നാൽ പിന്നെ ഇന്ത്യയിലല്ലോ. ഇന്ത്യയിൽ പിന്നെ എന്താ അവർക്ക് ക്ലെയിം? അവർ രാജസ്ഥാൻ മധ്യപ്രദേശ് ഒന്നും കിട്ടാൻ പോകില്ല. അത് കർണാടകയിൽ കഴിഞ്ഞ ജയിച്ചപ്പോഴും സിദ്ധരാമയ്യയുടെ ആദ്യത്തെ ഗവൺമെൻറ് സമയത്തും 22 സീറ്റ് ഇവരായില്ല, അത് BJPയുടെ ഇല്ല. അവിടെയൊക്കെ അവർ 2 രീതിയിലാണ് കാണുന്നത്. ലോക്കൽ ലീഡർ സിദ്ധരാമയ്യ, അവിടുത്തെ ലീഡർ മോഡി എന്നുള്ളതാണ്. മോഡിക്ക് ഭയങ്കര ഫാക്ടേഴ്സ് ഉണ്ടല്ലോ കുറേ. ഒന്നും അയാളുടെ മുകളിൽ ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നില്ല. അയാൾ സവർണ ഫിലോസഫിയുടെ ആളാണ്. അതിന് ഞാൻ അവർണനാണല്ലോ പെട്ട്, മനസ്സിലല്ലേ? എനിക്ക് കുടുംബമേ ഇല്ലല്ലോ, അതിനെ വഴിക്കിട്ട് പോകുന്നല്ലോ. കൂടിയിട്ട് എന്ത് ചോദിച്ചാൽ അതെന്താണ്, ഞാൻ പൈസക്കാരനാണോ? നിങ്ങളിപ്പോൾ കമൽനാഥ് ഭയങ്കര റിച്ചാണ് ശരിക്കും. ഇയാളുടെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ചായ വിറ്റിടക്കായിരുന്നു. ചായ വിറ്റിടുന്നത് റെയിൽവേ സ്റ്റേഷനിലല്ല, ചായ വിറ്റിടുന്നത് RSS ഓഫീസറാണ് ഇയാളെ ചായ കൊടുക്കുന്നത്. മൂപ്പറത്തെ ലേശം ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് സ്റ്റേഷനിലോട്ടാക്കി. അതൊക്കെ അയാളാക്കും. ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഘടകങ്ങൾ, കേരളത്തിലെ വോട്ടേഴ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ല, കേരളത്തിലെ വലിയൊരു പ്രശ്നം മന്ത്രിസഭയെ പറ്റിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് വരുന്നത്. അത് എത്രത്തോളം പബ്ലിക് അത് ഏറ്റെടുക്കും, അതോ മറ്റേ ഇതിലോട്ട് തന്നെ പോവുമോ പിന്നെ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് വലിയ സ്വരചേർച്ചയില്ല ഇപ്പം കുറച്ച് കാലമായിട്ട്. അല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പോപ്പ് അർബൻ്റെ കാലത്ത് കുരിശുദ്ധം ആരംഭിച്ച കാര്യം പറഞ്ഞത് അതല്ല. ബേസിക്കലി ഉണ്ടായിട്ടില്ല. വാട്ട് ഇസ് ദറ്റ് ഇസ് കറക്റ്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദീസ് പീപ്പിൾ ഇവർ ഒരേ സ്ഥലത്താണല്ലോ ജനിച്ചത്. ഇവരൊന്നാണല്ലോ, ഇവരെ കുടുംബ സ്വത്തിൻ്റെ തർക്കമാണല്ലോ. ഇവർ ശരിക്കും ബേസിക്കലി ഇവർ ഒന്നാണ്. അപ്പോൾ ഇവർ ആ ലാൻഡും ഇവരുടെ ഒന്നാണ്. അപ്പോൾ ഇവർ കിടന്ന് നമ്മുടെ സമസ്തയും APയും അത് തന്നെ ഇത് അല്ല എന്താ തർക്കം? ഇവരെ ദൈവം ഒന്ന്, ഇവരെ മാലാകമാരൊന്ന്, എല്ലാവരും ഇവരെ ഒന്നാണ്. പ്രവാചകന്മാർ വരെ ഒന്നാണ് ഇവരുടെ, എക്സെപ്റ്റ് ഫോർ ലാസ്റ്റ്. അപ്പോൾ ഇവർ അവരായിട്ട് പക്ഷെ കേരളത്തിൽ തിരിച്ചായിരുന്നു. കുറേ കാലം കേരളത്തിൽ ഇവരൊരു അലയൻസ് ഉണ്ടായിരുന്നു. ആ അലയൻസ് പ്രകാരമാണ് UDF നിലനിന്നിരുന്നത്, പ്രത്യേകിച്ച് കത്തോലിക്ക വോട്ട്. പക്ഷെ അത് പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. പിടികിട്ടി അത് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് ദറ്റ്സ് ഓൺലി അപ്ലിക്കബിൾ ടു ദി കാത്തലിക്സ്. അത് ഓർത്തഡോക്സിനോ അല്ലെങ്കിൽ നമ്മുടെ ജേക്കോബൈറ്റോ CSIക്കൊന്നും ബാധകമല്ല. അവരായിട്ടൊന്നും യാതൊരു തർക്കമല്ല. ഇവരായിട്ട് എന്തോ ഇവർ ഇങ്ങോട്ടുള്ള തർക്കമല്ല, ഇവർ മോഡിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ പറയുന്നത്, ഇവർക്കൊരു പേടിയുണ്ട്. ഇവർ കണ്ടമാനം പൈസ പണമൊക്കെ വരണല്ലേ. അപ്പോൾ ഉണ്ട്. ആണ് അല്ല, PC തോമസ് പോയി മന്ത്രിയൊക്കെ ആയില്ലേ. ആയി. ഇവർ പക്ഷെ ബേസിക്കലി അത് ശരിയല്ല. കാരണം ഐ വിൽ ടെൽ യു what is the major problem as far as the Hindu community is concerned. ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രോബ്ലം കൺവേർഷനാണ്. ഇത് ഹിന്ദു നിങ്ങൾ എത്ര ശതമാനം കൺവേർട്ട് ചെയ്ത് പോയെന്ന് വിചാരിച്ച്? ഇവിടുത്തെ കണക്കൊക്കെ തെറ്റാ. യു ഹാവ് ടു ഇൻക്ലൂഡ് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. അത് വരുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അറൗണ്ട് 35% ഓഫ് ദ പോപ്പുലേഷൻ ഹസ് ബീൻ നിയർലി 50% കൂട്ടും. 35 എന്ന് പറയുമ്പോൾ ആയല്ലോ, മനസ്സിലായില്ലേ? ഹസ് ബീൻ ഓൾറെഡി കൺവേർട്ടഡ്. അതിൽ തന്നെ SC ST വിഭാഗങ്ങൾ അതിൽ പെട്ടതല്ല, നിങ്ങൾക്കറിയാലോ. അല്ല അപ്പോൾ ട്രൂ ഹിന്ദു കമ്മ്യൂണിറ്റീൻ്റെ പകുതിയിലേറെ കൺവേർട്ട് ചെയ്ത് പോയി. അത് ആരാ കൺവേർട്ട് ചെയ്യണം? ക്രിസ്ത്യൻസ് അല്ലേ കൺവേർട്ട് ചെയ്യണം. മുസ്ലിംസ് കൺവേർഷൻ നിർത്തിയിട്ട് ഒരുപാട് കാലമില്ല. ആരാ കൺവേർട്ട് ചെയ്യണം? നിങ്ങൾക്കറിയാലോ. കൺവേർഷൻ ഇല്ലല്ലോ. മുസ്ലിം കൺവേർഷൻ വാസ് ഓവർ പാർട്ടീഷന് ശേഷം. ആ കൺവേർഷൻ ഉണ്ടായിട്ടില്ല. മുസ്ലിം സംഘടനകൾ അതിന് വലിയ അനുകൂലമൊന്നുമല്ല. അത് വെറുതെ ഒരു സോഷ്യലായിട്ടുള്ളൊരു കുഴപ്പമുണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ മേഘാലയയും മിസോറാമും ഈവൻ ടു സം എക്സ്റ്റെൻറ്റ് മണിപ്പൂർ ഒക്കെ നാഗാലാൻഡ് എത്ര ഓഫ്കോഴ്സ് ഒരേ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്താണ് ഇതൊക്കെ. പക്ഷേ എന്നാലും സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് ആയല്ലോ ഗോവ. അപ്പോൾ 4-5 പിന്നെ ക്രിസ്ത്യൻ കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പിടിയും ഐഡിയയും കിട്ടില്ല. കാരണം ഒരു 3 എക്സാമ്പിൾ ഞാൻ പറയാം. അജിത് ജോഗി, he's a Christian. Nobody knows that. He was the chief minister in Chhattisgarh, Congress. Brahmananda Reddy, he is a Christian. Rajashekar Reddy is a Christian. അപ്പോൾ അവിടെ രസം എന്താ, ആ റെഡ്ഡി നിലനിൽക്കുകയും
റെഡ്ഡി ലോബിയുടെ ഏറ്റവും വലിയ നേതാവ് രാജശേഖർ റെഡ്ഡിയാണ്. ബട്ട് മൂപ്പർ ക്രിസ്ത്യൻ, അവർക്ക് അത് പ്രശ്നമല്ല, അവർക്ക് റെഡി ആയാൽ മതി. അപ്പോൾ അത് ഒരു വലിയൊരു എന്താ നമ്മൾ പറയുക, ഒരു ക്യാൻവസ് നോക്കുമ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേറെ അപ്രിഹെൻഷൻസിന് സ്കോപ്പുണ്ട്. ഞാനത് പഠിച്ചു പറയണം. അല്ല, അടുത്ത് വരാണെന്നൊന്നും അങ്ങനെ 100% നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് പറയുമോ, ഇത്തവണത്തെ ഇലക്ഷനിൽ ഇറ്റ് ഇസ് എ അപ്രൈസൽ ഓഫ് ദി പിണറായി വിജയൻസ് ഗവൺമെൻറ് 2. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരണമെന്നില്ല. പിന്നെ നമ്മൾ പറയണ മാതിരി ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഒന്നുമില്ല. 50% പേര് അങ്ങനെയൊന്നുമല്ല വോട്ട് ചെയ്യുന്നു. അവരിപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നു. ഞാൻ വോട്ട് ചെയ്യണം അങ്ങനെയല്ലോ, അങ്ങനെയാണ്. പിന്നെ അവർ പാർട്ടി വൈസ് ആയിട്ടില്ല വോട്ട് ചെയ്യണം. അല്ല, അതിങ്ങനെയാണ്. അല്ല ഇല്ല 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 അല്ല, അതിപ്പോൾ വന്നതല്ലേ, അതിപ്പോൾ ഇവർ വന്നപ്പോൾ വന്നതാണല്ലോ. അല്ല അതെ, അല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എല്ലാ കമ്മ്യൂണിറ്റീനെയും നമ്മൾ എടുക്കാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നത്തെ മന്ത്രിസഭയിൽ ആരാണ് എല്ലാ മന്ത്രിമാരും? നായർ. ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, ഇല്ല. കോൺഗ്രസിൻ്റെ ടോപ്പ് ലീഡേഴ്സ് ആരാ? അവരും നായർ ആണല്ലോ. BJPയുടെ ടോപ്പ് ലീഡേഴ്സ് ആരാ? അവരും നായർ. അല്ല, 70 അത് വെറുതെ കൊണ്ടുവന്ന്, അതെ അതെ അല്ല, അതുകൂടെ വെറുതെ വെച്ചാണ്. അത് ഇവിടെ അതിപ്പോൾ മാറ്റാൽ ശ്രീധരൻപിള്ളയ്ക്കല്ല ഉണ്ടായിരുന്നു, എന്നിട്ട് ഇപ്പം മാറ്റി മുരളീനെ കൊണ്ട് വെച്ചാണല്ലോ. അല്ലേ, അത് പറഞ്ഞുതരാം. ഞാനത് അൺചാരിറ്റബിൾ വേർഡ്സോ യൂസ് ചെയ്തായിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ ബോഡി ഇസ് ഈഴവ, ഹെഡ് ഇസ് നായർ. അതിപ്പോഴല്ലേ അല്ല, മന്ത്രിസഭയല്ലേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ പാർട്ടിയെ പറ്റി പറഞ്ഞല്ലോ. പാർട്ടി ഈഴവനാണ്, പക്ഷെ മന്ത്രിസഭ ഫുള്ളി നായർ ഡോമിനൻ്റ് അല്ലേ. മന്ത്രിസഭ അല്ല, നിങ്ങൾ ആലോചിച്ചോ, എല്ലാവരും നായന്മാരില്ല, അധികം പേരും ആണ്. അത് കുറ്റമായിട്ടല്ല പറഞ്ഞത്, അത് ആ പാർട്ടി അതൊന്നും നോക്കണില്ല എന്നുള്ളതാണ്. ആ പാർട്ടി അതൊന്നും അതൊന്നും നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാജീവ്, MP രാജേഷ്, ബാലഗോപാൽ എല്ലാം നായന്മാരല്ലേ. അത് അങ്ങനെ നായരായിട്ടല്ല, അവരോട് തന്നെ നമുക്ക് ചോദിക്കണത്. ഞാനൊരിക്കൽ പ്രദീപിനോട് ചോദിച്ചു, എത്ര പേര് നായറുണ്ട്? ഈ ഡോക്ടറെ അത് എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞു മൂപ്പര്. ഞാൻ പറഞ്ഞു, പ്രദീപ് ഇതൊക്കെ ഒന്നും പഠിക്കൂല, കുറച്ച് നമ്മുടെ അറിവിന് ജനറൽ നോളജിന് വേണ്ടിയിട്ട് പഠിക്കുന്നു. വാലൊക്കെ മുറിച്ച് പറഞ്ഞല്ലോ. അത് കുറച്ചൊരു സൂപ്പർഫിഷ്യൽ അല്ലേ. എന്താ വെച്ചാൽ പ്രത്യേകിച്ചും കേരള സൊസൈറ്റിയിൽ നമ്മൾ ഓഫ്ലൈറ്റ് കാണുന്ന 2 ട്രെൻഡുകളിൽ ഒരെണ്ണമാണ് ആദ്യം താങ്കൾ പറയുന്നത് പോലെ നമ്മൾ കൂടുതൽ ഒരു എക്സ്ട്രീം എലമെന്റിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ നിക്കാബ് അതിന്റെ ഒരു വശം മാത്രമാണ് വളരെ എക്സ്ട്രീം ആയിട്ട്, അത് അറബ് കൾച്ചർ വരുന്നതിന്റെ ഭാഗം. അതേപോലെ തന്നെ കൂടുതൽ നമ്മൾ എക്സ്ട്രീം ആയിട്ട് കാസ്റ്റ് മൈൻഡഡ് ആയിട്ട്, കമ്മ്യൂണൽ മൈൻഡഡ് ആയിട്ട് മാറുന്നുണ്ട്. അല്ല, അതുണ്ട് എന്നുള്ളത് മേ ബി ഇറ്റ് ഈസ് കറക്റ്റ്. അതിപ്പോൾ കാസ്റ്റ് 57 തന്നെ നിങ്ങൾക്കറിയാലോ, മന്നത്ത് പത്മനാഭനും ചർച്ചും എല്ലാം കൂടെ യോജിച്ചിട്ട് CH ഉണ്ടയിൽ ആണല്ലോ വിമോചന സമരം നടത്തിയത്. കേരളത്തിലുണ്ടത്. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ചെറിയൊരു ശതമാനം ആൾക്കാർ അങ്ങനെ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരിക്കലും അങ്ങനെയല്ല വോട്ട് ചെയ്യുന്നത്. ഞാൻ വോട്ട് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. എനിക്കിഷ്ടം അനിഷ്ടം മാതിരിയാണ് ഞാൻ വോട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കലുമല്ല നെവർ. റിലീജിയസ് ആയിട്ടല്ല വോട്ട് ചെയ്യണം, പൊളിറ്റിക്കലായിട്ട് വോട്ട് ചെയ്യുക, പൊളിറ്റിക്കൽ വോട്ടാണ്. അപ്പോൾ അല്ല, അങ്ങനെയാണെങ്കിൽ പണ്ട് എനിക്ക് ലീഗിൽ ചേർന്നാൽ പോരെ. ഞാൻ ചേർന്നില്ലല്ലോ. എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമല്ലോ ചേർന്നാൽ, ഞാൻ ചേർന്നില്ലല്ലോ. അപ്പോൾ ഇതിലെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയ, ഇപ്പം നിങ്ങളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ത് മഫത്തരം പറഞ്ഞാലും നിങ്ങൾ ഭയങ്കരമായിട്ട് കൊടുക്കും. ശരിയാ? ഇന്ത്യൻ സ്പെസ് എന്നല്ല ഞാൻ പറഞ്ഞത്. ശരി. മറ്റയാൾ എന്ത് മാലിഗ്രൻ്റായിട്ട് പറഞ്ഞാലും അതും കൊടുക്കും. അതായത് സുകുമാരൻ നായർ. അതേമാതിരി തന്നെയാണ് ആൻഡ്രൂസ് താഴത്തും ഇതുമാതിരിയുള്ള ചില ബിഷപ്പ്മാരും, മനസ്സിലല്ലേ? അവർ വളരെ മാലിഗ്രൻ്റായിട്ട് സംസാരിക്കുക. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് കൊടുക്കും. അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും, അടുത്ത ഇലക്ഷൻ ഞങ്ങളെ കണ്ടോളാം. തൃശ്ശൂർ കണ്ടല്ലോ താഴത്തിന് എന്ത് സ്വാധീനമുണ്ടെന്നും, ഗവൺമെൻറ്റിനെതിരായിട്ട് വെള്ളാപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നും, കാന്തപുരം അവിടെ ശംസുദ്ദീനെ തോപ്പിക്കാൻ പോയപ്പോൾ എന്തുണ്ടായി എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അതൊന്നും നടക്കണില്ല ഇവിടെ. അതായത് ഒരു മിഥ്യയാണത്. അതായത് ഇങ്ങനെ കാസ്റ്റ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല.
മനസ്സിലല്ലേ? പക്ഷേ കാസ്റ്റിനെ നമ്മൾ നല്ലൊരു അളവോളം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അത് ഇല്ല ശരിക്കും, മനസ്സിലല്ലേ? പിന്നെ നമ്മൾ അതായത് ഇപ്പോൾ എനിക്കെന്തെങ്കിലും കിട്ടണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ മുസ്ലിമായി മാറും. മുസ്ലിമൊക്കെ ഇവിടെ ഒന്നും കൊടുക്കണില്ല. കോഴിക്കോട് സീറ്റ് മുസ്ലിമിന് കൊടുത്തിട്ട് എത്ര കാലമായി? എന്തെങ്കിലും രാഘവന് മാത്രം കൊടുക്കുന്നത് 2-3 തവണയായിട്ട്. അതിന് മുമ്പ് അടിയോടിക്ക് കൊടുത്ത്, മറ്റേ ആൾക്ക് കൊടുത്ത്, അതിന് മുമ്പ് സെയ്ദ് ഓമന് കൊടുത്താൽ ഇനി എനിക്കൊരു ചാൻസ് തരണം എന്ന് പോയിട്ട് വാദിക്കുന്നതാണ്. അങ്ങനെയാണത്. അല്ലാതെ ഐ വിൽ ഗിവ് അനദർ എക്സാമ്പിൾ. ഇപ്പോൾ റെനീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഇവിടെ, എൻ്റെ പയ്യനെ കണ്ടില്ല, മൂപ്പര് ഒരു 10 കൊല്ലമായിട്ട് മൂപ്പര് എൻ്റെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് പെട്ടെന്ന് എനിക്കൊരു ബാക്ക് പെയിൻ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, റെനീഷ് ഒരു കാര്യം ചെയ്യും, നീ ആ കാർ അവിടെ നിർത്തിയിട്ട് ഞാൻ അവിടെ ഇരുന്നോളുണ്ട്, നീ പോയിട്ട് നിസ്കരിച്ചിട്ടോ. അപ്പോൾ ഈ ടോൾ മീ, സാറിനത് മനസ്സിലായിട്ടില്ല, ഞാൻ ഹിന്ദു ആകുന്നു. ഇപ്പോൾ ഇവിടെയുള്ള പയ്യൻ തന്നെ റെനീഷ്. ദാറ്റ് ഈസ് അവർ കൾച്ചർ ഹിയർ. അതിനെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളല്ല. പക്ഷേ ആ തകർക്കാൻ ശ്രമം നടത്തുന്നത് ഒരു തർക്കവും വേണ്ട, അത് BJP ആണ്. അതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഇതുമില്ല. അത് BJP അനാവശ്യമായിട്ട് ഒരു മുസ്ലിം വിരോധം കൊണ്ടുവന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രീ പാർട്ടീഷൻ എറയിലെ കാര്യങ്ങളാണ് അവരിപ്പോഴും കൊണ്ടുനടക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ല? പ്രീ പാർട്ടീഷൻ എറയിൽ മുസ്ലിങ്ങളായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അവർ രാജ്യം ഭരിച്ചിരുന്നു, അപ്പോൾ അവരായിട്ടുള്ള മുഗൾ കാലഘട്ടം അതിലെ ചരിത്രമൊക്കെ മാറ്റിയിരുന്നു. അത് സാധനം അവരിപ്പോഴും കൊണ്ടുനടക്കുകയാണ്. ഞാൻ അതിന് വേറൊന്ന് ബദൽ പറയാം. ഞാൻ ഹിറോഷിമയിൽ പോയിരുന്നു. ഹിറോഷിമയിൽ പോയപ്പോൾ അവിടെ കുറേ ഫോട്ടോ, ഇങ്ങനെ ആൾക്കാരെ ഭയങ്കരമായിട്ട് കത്തിപ്പോയ ആൾക്കാരും കരിഞ്ഞുപോയ ആൾക്കാരുടെ ഫോട്ടോ മുഴുവൻ. അപ്പോൾ അവിടെ കുറേ അമേരിക്കൻ ടൂറിസ്റ്റ് ഉണ്ട്, അവരുടെ കൂടെ കുറേ ജപ്പാൻകാരടക്കമുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചല്ല, നിങ്ങളിവരുടെ കൂടെ യു ആർ വർക്കിംഗ് വിത്ത് ദീസ് പീപ്പിൾ, ഓൾ ദീസ് തിങ്സ് ഹാവ് ബീൻ ഡൺ ബൈ ദ അമേരിക്കൻസ്. അവരെന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് ഓൾ ലോങ് അഗോ. മേ ബി ദർ സം മിസ്റ്റേക്ക് ബൈ അവർ പീപ്പിൾ ഓൾസോ. അത് ആ 70 കൊല്ലമായിട്ടുള്ളൂ. നമ്മളിപ്പോഴും എന്താ പറയണത്? നമ്മളിപ്പോഴും പറയണെന്താ? ബാബർ കെ ഔലാദ്, അല്ലെങ്കിൽ മുഹമ്മദ് ഓഫ് ഗസനിയൊക്കെ ഏത് കാലഘട്ടം, 800 years ago. അത് ഇപ്പോഴും ഇവർ കൊണ്ടു നടക്കുന്നു. പിന്നെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പീസ്മെൻ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാം ഉണ്ടോ ഇല്ലയെന്നുണ്ട്. PSCക്ക് വിടുന്ന വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറിജിനലി ചെയ്തത് തെറ്റാണ്. എന്താ പറയുക? അതൊരു വഖഫ് ബോർഡല്ലേ. വഖഫ് ബോർഡ് ഇസ് എ ഇസ്ലാമിക് കൺസെപ്റ്റ്. അറിയാലോ നിങ്ങൾക്ക്? വഖഫ് ബോർഡ് PSCക്ക് വിട്ടിട്ട് നോൺ മുസ്ലിമുകളായാലും വന്നിരിക്കുമ്പോൾ ശരിയാവില്ലല്ലോ. PSCക്ക് വിട്ട് കഴിഞ്ഞാൽ ആർക്കും വരാമല്ലോ. അത് ശരിയല്ല. അപ്പോൾ അത് ഞാനും പോയിരുന്നു, ഞാൻ എതിർത്ത് പറഞ്ഞു. ഞാൻ CMനോട് പറഞ്ഞതെന്ന് വെച്ചാൽ, യു കണ്ടക്ട് ആൻ എക്സാമിനേഷൻ ഓൺലി ഫോർ ദ മുസ്ലിംസ്. ഇപ്പോൾ ഏറ്റവും റിച്ചസ്റ്റ് ആണല്ലോ തിരുമല ദേവസ്വം, തിരുപ്പതിയിൽ. അവിടെ ബാക്കിയുള്ളവരുണ്ടോ? ആരുമില്ല. മനസ്സിലായോ? അത് അവരെ മറ്റേ കമ്മ്യൂണിറ്റി നമുക്ക് പറയാം. അവിടെ വെച്ചാൽ അത് തന്നെ അവരെല്ലാം കൊണ്ടു നടക്കുന്നു. അപ്പോൾ അതിൽ വെറുതെ വേണ്ടാത്തതിൽ പോയിട്ട് ഇവർ വെറുതെ തലക്കെ തലയിട്ട്, ഇവരിടക്കിടക്ക് പോയിട്ട് ഇങ്ങനത്തെ വേണ്ടാത്തതിലൊക്കെ തലയിടും. ഇവർക്കൊരു പ്രോബ്ലം ഉണ്ട്. ഈ താഴത്ത് ഇവരുടെ കുറച്ച് ബുദ്ധിജീവികളുണ്ട്, അവരിതിലൊക്കെ പോയി തലയിടും. പക്ഷേ CMനൊരു ഗുണമെന്ന് വെച്ചാൽ, CMന് വേഗം ഇതൊക്കെ മനസ്സിലാവും. പോയി പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്തത് ശരിയല്ല. അതൊരു അപ്പീസ്മെൻ്റ് ഒന്നുമല്ല, അത് അവരുടെ മാത്രമല്ല, അതിലൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്തപ്പോൾ വഖഫിലുള്ളത്? ഏതാ? ഒന്നുമില്ല. MES വെച്ച് നോക്കുമ്പോൾ വേണോ? അല്ലല്ല. ഞങ്ങളതിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണ്ടേ, ഈ സ്വത്തുക്കളൊക്കെ അധികം കിടക്കണ കമ്മ്യൂണിറ്റി ഞങ്ങളുടെ കയ്യിലല്ലേ. ഇൻഡിവിജ്വലായിട്ടുള്ള വേറെ സംഘടനകളുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ കോളേജസ് സ്കൂളുകളല്ലേ വലുത്. അപ്പോൾ അതെങ്ങനെ വഖഫിൽ നിന്നുണ്ടാവാനാ? മാത്രമല്ല കേരളത്തിൽ ആ വഖഫ് കൺസെപ്റ്റ് വലുതായിട്ടില്ല. അത് നോർത്ത് ഇന്ത്യയിലാണുള്ളത് വഖഫ് കൺസെപ്റ്റ്. നമുക്കിവിടെ ദേവസ്വം ബോർഡുകളുണ്ട്, ആരാധനാലയങ്ങളാണല്ലോ 3 റിലീജിയന്റെ ഒരു പ്രോമിനന്റ് ആയ പ്ലേസസ്. അതിലെ ദേവസ്വം ബോർഡുകൾ ഹിന്ദു ആരാധനാലയങ്ങൾക്കുണ്ട്, പക്ഷേ ക്രിസ്ത്യൻ മുസ്ലിം ആരാധനാലയങ്ങളെ മുസ്ലിമുകളില്ലല്ലോ അതില്. അതേമാതിരി അല്ലേ ദേവസ്വം ബോർഡുകളിലൊന്നും മുസ്ലിമുകളില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. ഈ BJPയുടെ ആർഗ്യുമെന്റ് ഞാൻ പറയാം. അല്ല, BJP ആർഗ്യൂ ചെയ്യുന്നത് ഫാൾസിഫിക്കേഷൻ ഓഫ് തിങ്സാണ്. കാരണം അവർ പറയുന്നത് നിരീശ്വരവാദികളായിട്ടുള്ള ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റുകാർ ബോർഡിലുണ്ട്. അതാണ് അവരെ ഫസ്റ്റ് പോയിന്റ്. മുസ്ലിം ഇല്ലല്ലോ, അതാണ് പറയുന്നത്. പക്ഷേ അതിൽ തെറ്റാണ്. ഈശ്വരവാദവും നിരീശ്വരവാദവും നിർഗുണ അത് രണ്ടും ഹിന്ദു ഫിലോസഫിയിലുള്ളതാണ്.
ഹിന്ദു ഫിലോസഫിയിൽ നിരീശ്വരവാദം ഉണ്ടെന്ന്, മുസ്ലിം ഫിലോസഫിയിൽ നിരീശ്വരവാദം ഇല്ല. ഞാൻ അവരുടെ ആർഗ്യുമെന്റ് പറയുന്നത് ആ അവരിതാ പള്ളികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെ സർക്കാർ നിയന്ത്രിക്കുന്നില്ല. അതേസമയം ഹിന്ദു ആരാധനാലയങ്ങളെ സർക്കാർ നിയന്ത്രിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഒരു ബോർഡാണ് റൺ ചെയ്യുന്നത്. അവരുടെ അതിന് ഞാനൊരു കാര്യം ചോദിക്കാം, ഇത് ആരെ ഏൽപ്പിക്കും? മറ്റ് ഒരു ഏകീകരിക്കപ്പെട്ട സൊസൈറ്റികളാണ്, ഇതല്ലല്ലോ, ഇതിൽ കാസ്റ്റ് എടുക്കണമല്ലേ. അപ്പോൾ എന്ത് പറ്റും? ഇപ്പം തമിഴ്നാട്ടിൽ ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ് ഏറ്റെടുത്തല്ലോ ഇവർ. എന്തുകൊണ്ടാണ്? അവിടെ പ്രീസ്റ്റിനൊന്നും ദളിതുകളാക്കുന്നില്ല. അപ്പോൾ ഓൺലി ഗവൺമെൻറ് ഓർഡറിലൂടെ ആക്കാൻ പറ്റൂ. സ്റ്റാലിൻ ആക്കിയല്ലോ. ഇപ്പം സ്റ്റാലിൻ നിരീശ്വരവാദിയാണെന്നാണല്ലോ പറയുന്നത്, പക്ഷെ സ്റ്റാലിൻ ആക്കിയല്ലോ. അല്ല, നമ്മൾ ചെയ്യുന്നത് ഡിഫറെൻ്റാണ്. നമ്മൾ ഈ സ്റ്റാലിൻ്റെ ലെവൽ ഓഫ് നിരീശ്വരവാദം അല്ല നമ്മുടെ നിരീശ്വരം. അത് ഡയറക്റ്റ് അറ്റാക്കാണത്, മനസ്സിലായില്ലേ? ഈ പെരിയാറിസ്റ്റുകളുടെ ഡയറക്റ്റ് അറ്റാക്കാണല്ലോ. എന്നിട്ട് അവരാക്കിയല്ലോ. അപ്പോൾ അങ്ങനെ ആക്കേണ്ടി വരും. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിന്ന് ഒരു ഡൈനാമിക്സ് വരുന്ന പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, ഇവിടെ മാത്രമൊന്നുമല്ല. ഇപ്പോൾ തിരുമല ദേവസ്വം ഉണ്ടല്ലോ, അത് ഗവൺമെൻറ്റല്ലേ തീരുമാനിക്കുന്നത്. അതിന് വേറെ കാര്യമുണ്ട്. ഈ വേറെ അല്ല അത് ഗവൺമെൻറ്റാണ് അയക്കണത് ആൾക്കാരെയൊക്കെ. ഗവൺമെൻറ് നോമിനി ഉണ്ട് അതിൽ. അത് കാരണം ഏറെ കാലം സുബ്ബിറാം റെഡ്ഡി ആയിരുന്നു MP, കോൺഗ്രസ് MP ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. ഇത് വേറെ ഇഷ്യൂവും കൂടെ അതിൽ വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ മൊത്തം നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി ഈസ് എ ഫ്രാഗ്മെൻറ്റഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഹൗ വിൽ യു ലീവ് ഇറ്റ് ടു സംബഡി? എക്സാക്ട്ലി അത് തന്നെയാണ് RSSന്റെ ആർഗ്യുമെന്റ്. RSSന്റെ ആർഗ്യുമെന്റ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് ഇസ്ലാം കമ്മ്യൂണിറ്റി ആയിട്ട് ഇവർ രണ്ടുപേരും വളരെ യൂണിഫൈഡ് ആണ്. ഹിന്ദുക്കൾ അതേസമയം വളരെ ഫ്രാഗ്മെന്റഡ് ആണ്. വളരെ അതിന് ഞാനൊരു വേറെ ബദൽ പറയാം. അതിനെ യൂണിഫൈ ചെയ്യാനായിട്ട് ഒരു സംഘപരിവാർ വേണമെന്നുള്ള അല്ല, അതിൻ്റെ ആവശ്യമില്ല. അത് വേറെ ഒരു ചുരുങ്ങിയത് 100 റിലീജനാണ്. നിങ്ങൾ മനസ്സിലായില്ല? അത് നിങ്ങളെല്ലാവരും കൂടെ പിടിച്ച് ഒരുമിച്ചാക്കിയാൽ പറ്റും. ഇപ്പോൾ ഉദാഹരണം തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഇടക്കിടക്ക് മറന്നു എൻ്റെ പേര്, എന്ത് ധർമ്മമാണ്? സനാതന ധർമ്മം. എത്ര ശതമാനം ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ സനാതന ധർമ്മം എന്താണെന്നറിയാം? ആർക്കും അറിഞ്ഞൂടാ. അവരുടെ ലോക്കൽ ഗോഡ്സാണ് അവരുടെ. ഈ ലോക്കൽ ഗോഡ്സിനെല്ലാം കൂടെ അസിമുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക സെൻസസിലൂടെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റി രക്ഷപ്പെട്ടത് ഈ മാപ്പിളമാരുള്ളതുകൊണ്ടാണ്. ഈ മാപ്പിളമാരില്ലെങ്കിൽ ഇവർ തമ്മിൽ തല്ലുപിടിച്ചുകൊണ്ടിരിക്കൂ. ഇവരുള്ളത് കൊണ്ട് എന്ത് പറ്റി? മനസ്സിലായില്ലേ? ഇവരുടെ ഈ മറ്റേ മോണോലിത്തിക് അല്ല, ശത്രുത അല്ലാതെ ഇവരത് മോണോലിത്തിക് ഫോഴ്സാണല്ലോ, മനസ്സിലായില്ലേ? വിത്ത് ആൻ ഫോറിൻ കൾച്ചർ. ഇവിടെ അല്ല, അവിടെ ആ ഫോറിൻ കൾച്ചറും ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെയാലും കുറച്ചൊരു കോമണാലിറ്റികൾ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഭോജ്പൂരി എടുത്താലും മൈഥിലി എടുത്താലും ഒക്കെ ഒരു കോമൺ ഇതുണ്ട്. വിത്ത് ഇറ്റ് ഇസ് നോട്ട് എ സാൻസ്ക്രിറ്റൈസ്ഡ് ലാംഗ്വേജ്, ബട്ട് ദർ ഇസ് എ കോമണാലിറ്റി ഇൻ ഓൾ ദോസ് തിങ്സ്. അപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി ഈസ് വളരെ ബെസ്റ്റ് വരുന്നത്. ഞാൻ പറഞ്ഞുതരാം, 1857 സെൻസസിൽ ആണെന്ന് എൻ്റെ ഓർമ്മ. ഇങ്ങനെയാണ് ചോദ്യം: ആർ യു എ മുസ്ലിം? നോ. യെസ്. ആർ യു എ ക്രിസ്ത്യൻ? യെസ്. ആർ യു എ പാർസി? യെസ്. അതല്ലാത്തവരൊക്കെ ഹിന്ദുവാണ്. അതിൽ ട്രൈബൽസ് എങ്ങനെ വിടും? അവർ ആനിമിസ്റ്റുകൾ. അവരതിൽ പെടുകയില്ല. അവർ പെടാം. പക്ഷെ അതെല്ലാം കൂടെ ആക്കിയിരിക്കുന്നതിന് കാരണം ഈ മോണോലിത്തിക് ആയിട്ടുള്ള റിലിജനുകൾ അല്ലെങ്കിൽ സെമിറ്റിക് റിലിജനുകളുടെ ആ ഒരു പ്രത്യേക എന്ത് വാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഇത് നല്ല വാക്കല്ല ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സെമിറ്റിക് റിലിജനുകളുടെ റിജിഡ് ഔട്ട്ലുക്ക് ഉണ്ട്. അത് ഹിന്ദു റിലിജനായിട്ട് ചേർന്ന് പോലും എന്തായാലും ഇവരുടെ വളരെ റിജിഡാണല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞ പ്രശ്നം മനസ്സിലായോ? ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങൾ, ഡോഗ്മ. ഹിന്ദു റിലിജനിലെവിടെ ഡോഗ്മ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്യുന്നു, മറ്റേക്ക് ഇഷ്ടമുള്ള മറ്റേയാൾ ചെയ്യുന്നു. ഇതല്ലോ. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത്. എങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിസത്തിലും മതം മനുഷ്യരിൽ ഇടപെടുന്നു. ഹിന്ദുമതത്തില് നമ്മൾ മലയാളത്തിൽ ചോദിക്കാൻ പറയാൻ എൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. ഇത് സ്വതന്ത്രമല്ല, തെമ്മാടി കൂടി കിടക്കൂ ലാസ്റ്റിലെ തെമ്മടെ അയക്കാനെ എവിടെ കിടക്കാൻ പോണെന്ന് നമ്മളിങ്ങനെ കണ്ടറിയണം. സെയിൻ്റ് ആക്കി ഉമ്മൻചാണ്ടിയില്ല. അല്ല, സെയിൻ്റ് ആക്കല, അത് സെയിൻ്റ് ആക്കല്. അതവര് നിങ്ങൾ ആ പ്രസംഗം നോക്കി അതിൻ്റെ ഫസ്റ്റ് പോർഷൻ കട്ട് ചെയ്തു. നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞത്, നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട സമയമൊന്നും മുസ്ലിം പാർട്ടിയൊക്കെ വോട്ട് ചെയ്തിട്ട്. ഇതാണ് തുടക്കം.
മുസ്ലിം പാർട്ടികൾ നിങ്ങൾ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ സമാജ്വാദി പാർട്ടിയായിട്ട് യു പിയിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇവർക്ക് ഈ നിങ്ങളെന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അത് നിങ്ങൾ PFI ആക്കിയാൽ ശരിയാവില്ല. കാരണം PFI ഇല്ലല്ലോ അവിടെ നിന്നും. അവിടെ PFI ഉണ്ടായിട്ട് വേണ്ട. മാത്രമല്ല അത് PFIയുടെ ഇന്നോഗ്രൽ ഫംഗ്ഷനാണ്. വെള്ളാപ്പള്ളി ഉണ്ട് എൻ്റെ കൂടെ. നമ്മുടെ ഈ മൂപ്പരുണ്ട്, മരിച്ചുപോയ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഡോക്ടർ, നമ്മുടെ ദളിത് ചിന്തകൻ, ഏഴവനാണ് മൂപ്പര്. അപ്പം പേര് ജയപ്രകാശ് ഞാൻ വെള്ളാപ്പള്ളിയുള്ളത്. അപ്പോൾ ജയപ്രകാശിനോട് ദളിത് വിഷയം, വെള്ളാപ്പള്ളിയോട് OBC വിഷയം, എന്നോട് മുസ്ലിം വിഷയം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് വെറുതെ നിങ്ങൾ വെറുതെ വോട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ബെസ്റ്റ് എന്താ വെച്ചാൽ സമാജ്വാദി പാർട്ടിയുടെ കൂടെ ജോയിൻ ചെയ്തോ, മറ്റോടത്ത് മറ്റേ RJDയുടെ കൂടെ ജോയിൻ ചെയ്തോ, ഇവിടെ CPMൻ്റെ കൂടെ ജോയിൻ ചെയ്തോ, മറ്റോടത്ത് DMKയുടെ ഇതാ പറയുന്നത്. അതിലെന്ത് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഒരു സ്റ്റണ്ടായിട്ട് 5 ഭാഷയിൽ സംസാരിച്ചു. അപ്പം എല്ലാം കട്ടായി പോയില്ലേ, മനസ്സിലായില്ലേ? എന്നയ്യാ ഇങ്ങനെ ചോദിക്കുന്നത്, എന്നാ നിനക്കറേ ഇങ്ങനെ ചോദിക്കുന്നത്, അങ്ങ് തലയിൽ ആരാവത് എടുക്കാം എന്നോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ വെവ്വേറെയായിട്ടാണ് വരുന്നത്. അതുമാത്രമല്ല നിങ്ങൾ എന്നുള്ള വാക്ക് അത് എൻ്റെ ഒരു ഭയങ്കര മിസ്റ്റേക്കാണ്. എൻ്റെ ഭാഷാ പ്രയോഗത്തിലൊരു ഭയങ്കര തെററുണ്ട്. അതെൻ്റെ ഈഗോൻ്റെ തെററാണ്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു യൂസ്ലെസ്സുകൾ അപ്പുറത്തുണ്ട് എന്നുള്ളത് പിടിയിട്ടില്ലേ. നിങ്ങളെല്ലാവരും കമ്മ്യൂണൽ കാസ്റ്റ് ഫെലോസ് എല്ലാവരും അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ നിങ്ങളെന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു മുസ്ലിം സ്വാതന്ത്ര്യപ്പെട്ടി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ മുസ്ലിമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് അത് വന്നത്. അതിൽ വളരെ വ്യക്തമല്ലേ. പ്രശാന്ത് അനലൈസ് ചെയ്തില്ലാറല്ലോ, വോട്ടല്ലേ പറഞ്ഞത്. ഏതോ ഒന്നാണ് എനിക്കത് ഏതോ ഒന്നാണ് 21. പിന്നെ ഞങ്ങൾ ആരും പോയിട്ടില്ലല്ലോ അങ്ങോട്ട്. അത് 12 കൊല്ലം മുമ്പാണ്. മലബാർ പൊളിറ്റിക്സിനെ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യുന്നവർ പറയുന്ന ഒരു കാര്യം, ലീഗ് ഇൻക്രീസിംഗ്ലി ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഒരു കൺട്രോളിലേക്ക് വരുന്നു. അത് ശരിയല്ല. ഈ ജമാഅത്തെ ഇസ്ലാമീനെ കോട്ടക്കൽ വെച്ച് കൂടിയ ഒരു മീറ്റിങ്ങിൽ അറിയാലോ, ഒരു 10 കൊല്ലം മുമ്പെങ്ങാണ്. ഇവരെ ഞങ്ങളൊക്കെ ഉണ്ട് പുറത്താക്കാൻ പറഞ്ഞാണ്. പിന്നെ ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്താണ് അവർ തിരിച്ചു വന്നത്, അറിയാലോ. എന്നിട്ട് അവർ വെൽഫെയർ പാർട്ടിയൊക്കെ ഉണ്ടാക്കി ഇവരെ CPMൽ നിന്ന് അടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അങ്ങനെയാണ്. അല്ലാതെ അവരും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ആരും പെർമനൻ്റ്ലി അടുക്കൂല. എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയ ഗോട്ട് എ ഡിഫറെൻറ്റ് ഐഡിയോളജി. ദാറ്റ് ഐഡിയോളജി ഈസ് ബേസ്ഡ് ഓൺ ഇക്വാൽ മുസ്ലിമീൻ, വിച്ച് മീൻസ് ദ ബ്രദർഹുഡ്, വിച്ച് മീൻസ് എൻ ഇസ്ലാമിക് സ്റ്റേറ്റ്. അതിലാണ് അവർ ഐഡിയോളജി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പാർട്ടികൾ അങ്ങനെ അവർ അടുക്കും. അവരാരും അതിനോട് യോജിക്കുന്നില്ലല്ലോ. ഒഫീഷ്യലി അടുക്കുന്നല്ല പറയുന്നത്. ആ ഒരു ചിന്താധാര ലീഗിന്റെ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ കുറച്ചുകൂടി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് പോരല്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. മുസ്ലിം ലീഗില് ചിന്തകന്മാർ MI തങ്ങൾ അവരുടെ ചിന്തകരെന്ന് പറഞ്ഞാൽ MI തങ്ങളും മറ്റേ മൂപ്പരായിരുന്നു വടകര MC ഇബ്രാഹിം. ഇവർ ലീഗിനെ പുകഴ്ത്തലാണ് ഇവരെ ജോലി. നിങ്ങൾ വായിച്ചു നോക്ക്. അല്ലാതെ ഒരു ഐഡിയോളജി അതിലില്ല. അപ്പോൾ നമ്മൾ എത്ര ഐഡിയോളജി സംസാരിച്ചു. ഇത് നിങ്ങൾ എടുത്തു നോക്ക്. ഇറ്റ്സ് എ ക്ലാസിക്കൽ ഡിസ്കഷൻ. വി ഹാവ് ഡിസ്കസ് സോ മെനി മാറ്റേഴ്സ്. മനസ്സിലായില്ല. ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി എല്ലാം ഇവിടെ, പൊളിറ്റിക്സ്. അതങ്ങനെയൊന്നും അല്ലാതെ. അത് ഇവർ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവരിൽ ഒരാളുടെ അവർ ആദ്യം തന്നെ ജിന്നേനാണ് പുകഴ്ത്തുന്നത്. ജിന്നേനെ പുകഴ്ത്തുന്നുണ്ട് ഇവർ ആദ്യം തന്നെ. അല്ലേ റഹീം മെച്ചേരി അറിയാലോ, MC വടകര, MI തങ്ങളല്ല, ഐഡിയോളോഗ്സ് ഓഫ് ലീഗ്. ബട്ട് ദി ഐഡിയോളോഗ് ഈസ് ഓൺലി ടു സീ ലീഗ്. ഇത് മുസ്ലിം ഐഡിയോളോഗ്സ് അല്ലല്ലോ അവർ. മുസ്ലിം ഐഡിയോളോഗ്സ് അല്ലല്ലോ. ജമാഅത്തിന് അവിടെ, പക്ഷേ ജമാഅത്തിന് അങ്ങനെ കയറാൻ പറ്റില്ല. കാരണം ജമാഅത്ത് ഇസ് എ ക്ലോസ്ഡ് സൊസൈറ്റി. അതിൻ്റെ ഉള്ളിലോട്ട് കയറാനും ഇറങ്ങാനൊന്നും പറ്റില്ല. അല്ല, ശശി തരൂർ വിൽ ബി എ ഫെയിലിയർ. ഫെയിലിയർ എന്താ കാര്യം പറയാം. ഇത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗാവ് പൊളിറ്റിക്സ്. എന്താണ് നമ്മുടെ മാമ ശിവരാജ് ചൗഹാൻ മൂപ്പരെ സംസാരിക്കാനൊക്കെ കേൾക്കില്ല. ഇന്നലെ ഞാൻ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഹം പ്രഥം സേവക് ഹെ മോഡി ജി കാ. ശശി തരൂരിനെ കേരളത്തിലെ കാര്യമാണ് ചോദിച്ചത്. കേരളത്തിൽ കോൺഗ്രസ് ഒരു CM കാൻഡിഡേറ്റ് ആക്കിയ കോൺഗ്രസ് സാധ്യത കുറവാണ്.
സാധ്യതകൾ ഉണ്ടാവില്ല. സാധ്യതയില്ല. ഇനി പ്രത്യേകിച്ച് ഈ ഒരു ഡിഫീറ്റ് വന്നതോടുകൂടിയിട്ട് ശശി തരൂരിന് സാധ്യതയില്ല എന്നാണ്. ശശി തരൂരിന് സാധ്യതയില്ല. കോൺഗ്രസ് പാർട്ടി അവരെ MLA-മാരെ കൂടെ കൂടിയിട്ടല്ലേ തീരുമാനിക്കുക. ഹൈക്കമാൻഡ് ഇല്ലല്ലോ. വേർ ഇസ് ദ ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡ് ഇല്ലല്ലോ. ഇപ്പോൾ അതേ പ്രശ്നമാണ് വേണുവിനുണ്ടാകാൻ പോണത്. ഹൈക്കമാൻഡിൻ്റെ നോമിനേറ്റ് വരാമെന്ന് ഇരിക്കരുത് മൂപ്പർ. ഈസ് നോട്ട് ഗോയിങ് ടു കം. അത് ഇവർ കൂടി തീരുമാനിക്കും. ഇനി കോൺഗ്രസിൽ ആരായിരിക്കും CM കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ പോകുക? അത് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ്സിൽ there are a lot of people with caliber. Anybody can become. നമ്മുടെ മുന്നിൽ ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്. ചെന്നിത്തലക്ക് എന്തുണ്ടായി കൂടെ? ചെന്നിത്തല എല്ലാ പൊളിറ്റിക്സും കലക്കി കുടിച്ചിട്ടുള്ള ആളാണ് ചെന്നിത്തല. ഓക്കെ, VD സതീശൻ ഒരു ഉഗ്രൻ പാർലമെൻറ്റേറിയനാണ്. രണ്ടുപേരായില്ലേ? പിന്നെ മറ്റൊരു KC വേണുഗോപാലിൻ്റെ ചാൻസൽ ഇപ്പോൾ പോയി എന്ന് പറഞ്ഞു. സുധാകരൻ്റെ ചാൻസില്ല. ഇതൊന്നും നമുക്ക് TV ഇതിലൊന്നും പറയില്ല, ആൾക്കാരുടെ പേരെടുത്തിട്ട്. ശശി തരൂരിൻ്റെ ഒരു ചെറിയ ട്രബിൾ ഞാൻ കാണുന്നറിയോ? ചിലപ്പോൾ ഇമ്മച്യൂറായിട്ടുള്ള കമൻസ് പറയും മൂപ്പര്. അല്ല, പലതിൻ്റെ കമൻറ്റ്, ഹമാസിൻ്റെ മാത്രമല്ല, പല കാര്യത്തിലും മൂപ്പര് കമൻറ്റ് പറയും. ഒരുപാട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ തന്നെ 1-2 ഞാൻ തന്നെ TV കയറി എതിർത്തിട്ടുണ്ട്. ഈ അറിയാത്ത കാര്യമൊന്നും സംസാരിക്കരുത്. പൊളിറ്റിക്കലി ഇമ്മച്യൂർ. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വി ഹാവ് ടു ടേക്ക് സോ മെനി തിങ്സ് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞു. അത് പുള്ളിയല്ല, പുള്ളിയുടെ പ്രോബ്ലം ഞാൻ അതിനെപ്പറ്റി ചാനലിൽ പറഞ്ഞത് അതേപടി പറഞ്ഞത്. അതിന് കുഴപ്പമില്ലല്ലോ. ദ പ്രോബ്ലം വിത്ത് തരൂർ ഇസ് ദാറ്റ് ഈസ് എ ഹിസ്റ്റോറിയൻ 1. നമ്പർ 2 ഈസ് എ ഡിപ്ലോമാറ്റ് 2. നമ്പർ 3 ഹീ ഈസ് എ റൈറ്റർ. അപ്പോൾ ഇത് മൂന്നും കൂടെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ സമതാനിക്കുള്ള പ്രോബ്ലം തന്നെ വരും. കിട്ടിയോ? കാരണം എല്ലാം ബാലൻസ് ചെയ്ത് വരുമ്പോൾ മനസ്സിലായില്ലേ? അങ്ങോട്ട് ബാലൻസ് ഇങ്ങോട്ട് ബാലൻസ് ചെയ്ത് വരുമ്പോൾ ത്രസ്റ്റ് വേണ്ടേ ഒരു കാര്യത്തിൽ? അതിലോട്ട് എത്തൂല. അങ്ങനെ ഇപ്പോൾ തന്നെ തരൂരിൻ്റെ കേസിൽ ഇസ്രായേൽ ഹമാസിൻ്റെ ഇഷ്യൂ അല്ലാതെ തന്നെയുള്ള ഇസ്രായേൽ ഇഷ്യൂസിലൊക്കെ മൂപ്പര് അമേരിക്ക അവിടെ ഇരുന്നല്ലോ. അങ്ങനെയല്ല, പല കാര്യത്തിലും ഇടയ്ക്ക് വെച്ച് മോഡീനെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞ് എക്കണോമിക് ഇത് നല്ലതാണ്. അങ്ങനെ പറയാതിരിക്കുന്നത് നല്ലത്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമാണ് സാധ്യതകൾ. അവർക്ക് തന്നെ സാധ്യത. കാരണം പിന്നെ ഇപ്പോൾ A ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്ക് ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ യൂത്ത് മാക്കൂട്ടമൊക്കെ A ഗ്രൂപ്പല്ലേ, അവരുണ്ട്. അവരെ പക്ഷേ ആളില്ലല്ലോ അല്ലേ? അവരത് കാൻഡിഡേറ്റ് ഇല്ല. അപ്പോൾ അവരും ആരെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും. ലോക്സഭ ഇലക്ഷനിലേക്ക് തിരിച്ചു വന്നു. നേരത്തെ താങ്കളെ പറഞ്ഞു പിണറായിയുടെ ഭരണത്തിന്റെ ഒരു അസിസ്റ്റന്റ് കൂടെ ആയിരിക്കുമല്ലോ. താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതൊരു വേണ്ടാത്തൊരു ചോദ്യമാണ്. ഞാൻ മൂപ്പർ ഭയങ്കര അടുപ്പാണ്, അവിടെ അതിനെ പറ്റി ഒന്നും പറയില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറച്ച് കോൺഗ്രസിൽ നിന്ന് അകലുന്നു എന്ന് പറഞ്ഞു. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പ്രത്യേകിച്ച് യുവാക്കൾ ലെഫ്റ്റിനോട് അടുക്കുന്നു എന്ന് പറയുന്നു. ഇതിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിനോടുള്ളൊരു അവരുടെ ഒരു കഴിവിനുള്ള ഒരു വിശ്വാസമില്ലായ്മ കൂടി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മാറ്റത്തിന്റെ പുറകിൽ. ഇത് എതിർത്ത കമൽനാഥിനെ പിടിച്ച് തേപ്പിച്ച്. കമൽനാഥ് ഇസ് ഫ്രം പഞ്ചാബ്. ഹീ ഈസ് ആൾസോ കമ്മിങ് ഫ്രം എ ഡിഫറെൻറ്റ് കാസ്റ്റ്. ഇറ്റ് ഇസ് കോൾഡ് ഖത്രി. നമ്മളിവിടെ ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞത്. ഹീ ഈസ് കമ്മിങ് ഫ്രം ഗുരുനാനക്സ് കാസ്റ്റ് കോൾഡ് ഖത്രി കാസ്റ്റ് എന്നാണ്. ഇതിനാണ് ബ്രാഹ്മൺ. അപ്പോൾ അവിടെ ഇല്ലാത്തൊരു കാസ്റ്റിനെ പിടിച്ചേൽപ്പിച്ച് ഇത് സെറ്റിൽ ചെയ്യണ്ടേ? മാധവറാവ് സിന്ധ്യ ആയിട്ടുള്ള പ്രശ്നം സെറ്റിൽ ചെയ്ത്, രാജേഷ് പൈലറ്റായിട്ടുള്ള സെറ്റിൽ ചെയ്തില്ല. സച്ചിൻ പൈലറ്റായിട്ടുള്ള ഇവരൊക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ ഇയാൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ എന്ത് ഫ്യൂച്ചർ? അതേമാതിരി തന്നെ വേറൊരു രസം പറയാം. 145 MLA-മാർ കറക്റ്റായിട്ട് ആ ഫിഗർ പറയണം, ഒപ്പിട്ട് കൊടുത്ത് ജഗ്മോഹൻ റെഡ്ഡിനെ CM ആക്കണം. മേ ബി ഈസ് നോട്ട് അതിനുള്ള ഫിറ്റല്ല, അതിൽ വേറെ വലിയ ഇഷ്യൂസ്. എന്നാൽ പിന്നെ ഇവർ അവിടെ ഡൽഹിയിൽ പോയി ഇവരെ മദറും കൂടെ പോയിട്ട് ഇതുപോലും അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. അങ്ങനെ ചെയ്യുക. രാജശേഖർ റെഡ്ഡി ഈസ് ദ പേഴ്സൺ ഹു ചെക്ക്മേറ്റഡ് NT രാമറാവു. NT രാമറാവും ചന്ദ്രബാബു നായിഡു അല്ലേ അവിടെ നിന്നിരുന്നത്. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ പാതിരാത്രി പോയിട്ട് ചിദംബരം ആരോടും ചോദിക്കാതെ തെലങ്കാന അങ്ങോട്ട് അനൗൺസ് ചെയ്തു. രാജശേഖർ റെഡ്ഡി എത്ര കാലം, ചെന്നാ റെഡ്ഡി എത്ര കാലമായിട്ട് മൂടി വെച്ചതാണ് ഈ തെലങ്കാന ഇഷ്യൂവേ.
മൂടി വെച്ചാണ്. അപ്പോൾ അവസാനം എന്താ, തെലുങ്കാന ഇല്ല, ആന്ധ്രയില്ല. അപ്പോൾ നേതൃത്വമില്ലായ്മയാണോ കോൺഗ്രസിന്റെ പ്രശ്നം? 100%. കോൺഗ്രസ് പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ സോഫ്റ്റ് ഹിന്ദുത്വ കാർഡ് കളിക്കാൻ അല്ല, ശ്രമിക്കുന്നു. അതിലിപ്പോൾ ഞാൻ അത്ര വലിയ കുറ്റമൊന്നും ഞാനായിട്ട് പറയില്ല. എന്താ കാര്യം എന്ന് അറിയണം, സി ദ ഹിന്ദുസ് ഓൾസോ ഹാവ് എ റൈറ്റ് ടു ക്യാരി സിമ്പിൾസ് ഓഫ് ഹിന്ദുയിസം. പിന്നെ രാം ജന്മഭൂമി ഈസ് എ സെറ്റിൽഡ് അഫെയർ. ഇനി ആ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നൊന്നും പറയാനൊന്നും കാര്യമില്ല. അത് ഓൾറെഡി കോടതി പറഞ്ഞത് സെറ്റിൽ ചെയ്ത്. നമുക്ക് നാളെ ഉണ്ട് മീറ്റിംഗ് ഇവിടെ. കുഞ്ഞിക്കണ്ണേട്ടൻ ഭയങ്കര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ടൗണിൽ. ഒരു നേരെ തന്നെ ഉണ്ട് ലെഫ്റ്റ് ബുദ്ധിജീവികൾ എന്നെയും പെടുത്തിയിട്ടുണ്ട്, ഒരു ബുദ്ധിജീവിയായിട്ട് നാളെ. അപ്പോൾ അല്ല ഞാൻ പറഞ്ഞത്, അപ്പോൾ അതൊരു നെഗറ്റീവ് അല്ലല്ലോ, ആന്റി മുസ്ലിം കമൽനാഥ് പറഞ്ഞത് രാമജന്മഭൂമി ക്ഷേത്രം പണിഞ്ഞതിൽ രാജീവ് ഗാന്ധി അത് ബ്ലണ്ടർ, ചുമ്മാ അടിച്ചു വിട്ടു, ചുമ്മാ പുള്ളി അടിച്ചുവിടാ. രാഹുൽ ഗാന്ധി ഒന്നാം തന്നെ രാജീവ് ഗാന്ധിക്ക് ഈ കാര്യമൊന്നും അറിയില്ല. രാജീവ് ഗാന്ധി അവിടെ കറങ്ങിയടിച്ച് നടക്കുകയായിരുന്നു. അത് പറയാൻ വിട്ടുപോയി. എൻ്റെ ഫാദറിലോ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു. ഫാദറിലും ഗ്യാനി സെയിൽസും കൂടെ പുറത്തു വരികയായിരുന്നു, ഫോറിൻ വിസിറ്റിന് പോയിക്കുക. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കൂടെ ഒരു മിനിസ്റ്റർ പോവും, ദാറ്റ് ഇസ് കോൾഡ് മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ്. അപ്പോഴാണ് ഇവർക്ക് യൂസ് കിട്ടിയത്, മറ്റേ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു. എന്നിട്ട് അവരവിടെ ഇരുന്നിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ സെയിൽസിങ് അനൗൺസ് ചെയ്തത് എന്തെന്ന്, ഈ പ്രണബ് കുമാർ മുഖർജി തലയിടാതിരിക്കാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധിനെ ആക്കാൻ വേണ്ടി. രാജീവ് ഗാന്ധി ഈസ് എ ഗുഡ് ഫെലോ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡസൻ ഹാവ് എനി അണ്ടർസ്റ്റാൻഡിങ്. അത് നമ്മുടെ ഷാബാനു കേസിൽ പോയി തലയിട്ട്, മണ്ഡൽ കമ്മീഷനിൽ പോയി തലയിട്ട്, അയോധ്യയിൽ പോയി തലയിട്ട്. മണ്ഡൽ കമ്മീഷനെ പറ്റി പുള്ളി പറഞ്ഞ ഇറ്റ്സ് എ ക്യാൻ ഓഫ് ബോംസ്. അവനെന്ത് ചെയ്യും? അതോടുകൂടി ബീഹാർ യു പിയും പെർമനൻ്റ്ലി പോയി. അപ്പോൾ ഓരോ സ്റ്റേറ്റ് കളഞ്ഞ് നോക്കിയാൽ നിങ്ങൾ, മമതാ ബാനർജിയായിട്ട് തല്ലുകൂടിയിട്ട് വെസ്റ്റ് ബംഗാൾ പോയി. രാജശേഖർ റെഡ്ഡി മരിച്ചതോടുകൂടി ആന്ധ്രയും തെലുങ്കാനയും പോയി. ഇത് പോയി, നമ്മുടെ ഉത്തർപ്രദേശും ബീഹാറും മണ്ഡലിലും പോയി. പിന്നെ ഇവരുടെ അടുത്ത് എന്തുണ്ടാവാനാ ബാക്കി? more than 250 seats are permanently gone for the Congress. അതെല്ലാം ഒരു ഇതിപ്പോൾ ഇവർ സ്വന്തം ആൾക്കാരാണ്. ഈ മാധവറാവ് സിന്ധ്യയും മറ്റേ പൈലറ്റൊക്കെ. ആ പൈലറ്റ് അവിടെ ഓൾറെഡി ഈ ഉപമുഖ്യമന്ത്രിയും PCC പ്രസിഡൻ്റായിരുന്നു. അത് അയാളെടുത്ത് കളഞ്ഞു, അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിട്ട്. അത് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഈ ഗുജർ കമ്മ്യൂണിറ്റി ഭയങ്കര ഇതായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. എന്താ നമ്മൾ പറയുക, അങ്ങനെ ഉണ്ടല്ലൊരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ എന്തായാലും ഇതിൽ ഞാനിപ്പോൾ പഠിച്ചു നോക്കി, അപ്പോൾ ഗുജർ സീറ്റുകളൊക്കെ പോയി. അപ്പോൾ അതൊക്കെ പൊളിറ്റിക്കൽ വിവരമില്ലായ്മയല്ലേ. പിന്നെ എന്തൊരു ഫ്യൂച്ചർ കോൺഗ്രസിനെ കാണുന്നുണ്ട്? അപ്പോൾ എങ്ങനെ, എവിടെ, വേർ ഇസ് ദ ഫ്യൂച്ചർ? വെസ്റ്റ് UP 85 seats, ബീഹാർ ആൻഡ് ജാർഖണ്ഡ് പുട്ട് ടുഗദർ 55. അപ്പോൾ തന്നെ 130 seats. പിന്നെ ദ്രവിഡിയൻ സ്റ്റേറ്റുകൾ. ആരും പണ്ട് കരുണാനിധി പറഞ്ഞിട്ടുണ്ട്, വാട്ട് എവർ ഹാപ്പൻസ് ഓൺലി എ ദ്രവിഡിയൻ വിൽ റൂൾ തമിഴ്നാട്. വെദർ ഇറ്റ് ഇസ് MGR ഓർ മീ, അതൊക്കെ ഇമ്മെറ്റീരിയലാണ്. അതുമാതിരി ഇവിടെ ഈ സ്റ്റേറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് ഒരു 40, 80, 100, 130 സീറ്റ്. ദ്രാവിഡ ഇതെല്ലാം പോയില്ലേ. വെരി ഡിഫിക്കൽട്ട്. മുന്നണിനെ കേട്ടു. ദ ബേസിക് തിങ് ഇസ് ദാറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെന്തിനാണ് നമ്മുടെ ശശീന്ദ്രനും മറ്റേ മൂപ്പരിക്കൊക്കെ ഒരു സീറ്റ് കൊടുക്കണത്? അതുമാതിരി ഇവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണോ? അത് കൊടുക്കണില്ല ഇവർ. അതാണ് അഖിലേഷ് പറഞ്ഞത്. അത് തന്നെയാണ് മറ്റേ നമ്മുടെ മൂപ്പരും പറഞ്ഞത്, നമ്മുടെ ലല്ലുവിൻ്റെ സാർ. അപ്പോൾ മൂപ്പരാണ് സാർ, ഇവരായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവരായി തന്നെ ഭയങ്കരമായിട്ട് സീറ്റ് ചോദിക്കും. തേജസ്വി ബോത്ത് ദി സൺസ് ആർ ക്വൈറ്റ് പവർഫുൾ. പക്ഷെ അവർ പവർഫുള്ളാണെന്ന് വെച്ചാൽ ഇവരൊക്കെ സപ്പോർട്ട് വേണ്ടേ? സപ്പോർട്ടൊന്നുമില്ലല്ലോ. ഒരു രീതിയിലും ഫ്യൂച്ചർ ഇല്ലാത്ത കോൺഗ്രസിന്റെ കൂടെ നിൽക്കണമെന്നാണ് ലീഗിനോട് താങ്കൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചർ ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസ് ഇസ് ദ മേജർ, ബട്ട് കോൺഗ്രസ് ഇസ് നൗ റെഡ്യൂസ് ടു ഫൈറ്റിംഗ് ഇൻ 250 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓൺലി. ദാറ്റ് ഇസ് നോട്ട് ബാഡ്. പിന്നെ അതിന് ഈക്വലിൻ്റെ ഫൈറ്റ് നടത്തുന്നത് അഖിലേഷ് മാത്രമേ ഉള്ളൂ. 85 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഫൈറ്റ് ചെയ്യാം. ജയിച്ചിട്ടുണ്ടല്ലോ, മായാവതിയും ജയിച്ചിട്ടുണ്ട്. ഇവർ 250 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇവർ കോയിലീഷൻ പൊളിറ്റിക്സ് പഠിക്കണം. കൊയിലീഷൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതിൻ്റെ ഒരു ധർമ്മമുണ്ട്. കൊയിലീഷൻ ധർമ്മ എന്ന് പറഞ്ഞത് അത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇത് പഠിക്കണം. പിന്നെ
എന്താ പറയുക, സോണിയാഗാന്ധി വാസ് വെരി ഗുഡ് അതിൽ. അപ്പോൾ അതേമാതിരി പഠിച്ചിട്ട് ഇവർ ഇവർ പഠിക്കേണ്ടതാണ്. ഈ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റി. അതിനൊരു പ്രധാനപ്പെട്ടത് ഒന്ന് ഈ ഹാഗിയ സോഫിയ ലേഖനം വന്നു. അപ്പോൾ അത് സാധാരണ ലീഗിൻ്റെ നേതാക്കന്മാരിൽ നിന്ന് വരാത്തൊരു ശബ്ദമാണെന്ന് പറയാം. അത് തങ്ങളുടെ ലേഖനം അതെന്താ അറിയോ, ഹാജിയ സോഫിയ ഒന്നാമത് തന്നെ ഇറ്റ് ഇസ് എ പേഗൻ റോമൻ ദിസ് തിങ്. അത് തെറ്റാണത്. നിങ്ങൾ പഠിച്ചാൽ അറിയാം, ഹാജിയ സോഫിയ വാസ് നോട്ട് എ ക്രിസ്ത്യൻ ദിസ് തിങ്. ഇത് തന്നെ 2 തവണ മറിഞ്ഞിട്ടുണ്ട്. അതായത് ഓർത്തഡോക്സിൻ്റെ കയ്യിൽ പോയി, പിന്നെ കോൺസ്റ്റന്റിനോപ്പിൾ ഇതാക്കിയപ്പോൾ അറിയാലോ നശിപ്പിച്ചപ്പോൾ, ക്രൂസൈഡേഴ്സ് കോൺസ്റ്റന്റിനോപ്പിൾ നശിപ്പിച്ചു. അത് വലിയ രസമാണ്, കാരണം ഓർത്തഡോക്സ് ചർച്ചിനെതിരായിട്ടുള്ള റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഇതായിട്ട് നശിപ്പിച്ചു. പിന്നെയാണ് അത് വന്ന് ഇത് മറ്റേ കലിഫേറ്റ് വരുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ ഇപ്പം ഇതിലൊരു വേറെ കാര്യമുണ്ട്, സ്റ്റാറ്റസ് കോ ഉണ്ടല്ലോ. അതിപ്പോൾ ഈ എർദോഗാൻ വന്നപ്പോൾ അയാളൊരു ഇസ്ലാമിസ്റ്റാണ്. അപ്പോൾ അയാൾ ഈ ഇസ്ലാമിസ്റ്റ് പരിപാടികൾ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്തൊരു പരിപാടിയാണത്. ഇത് ഈ പണ്ട് ഒരാൾ പറഞ്ഞ മാതിരി ഓരോ കാര്യവും നമ്മൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുമല്ലോ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത്. അതല്ലല്ലോ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. In 1957, the Christian population of Kerala was around 21 or 22, and the Muslim population was 18. Now what has happened? The Muslim population went up to 28. Christian population was gone down to 18%. അതും അവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, കാരണം അവർ അമേരിക്കയിലും മറ്റിടത്തും. Number of constituencies which they can win is not more than 7. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മാത്രം വോട്ട്. അതിന് വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനി മുസ്ലിമും കൂടെ ഒരുമിച്ച് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ, 110 കോൺസ്റ്റിറ്റ്യുവൻസിയിലോ 115 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഹിന്ദു മെജോറിറ്റി ഉണ്ട് കേരളത്തിൽ. 110, അതായത് ഈ 7ഉം 15ഉം കൂട്ടും നമ്മൾ, ലീഗിൻ്റെ 15ഉം 7ഉം ഭൂരിപക്ഷം ഹിന്ദു. അതാണ് ഹിന്ദുത്വ ഇവർ ട്രൈ ചെയ്യുന്നത്, അത് പിടിക്കാനായിട്ട്. അത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിക്കല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന്. പിന്നെ രണ്ടാമതുള്ള വന്നിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള ഡോമിനേഷൻ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ധാരണ ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ ഒന്നല്ല. അതൊക്കെ ഇൻഡിവിജ്വൽ ഡയോസിസിൻ്റെ ചെയ്യില്ല. നമ്മളാ മീറ്റിങ്ങിന് പോകുമ്പോൾ ഇപ്പോൾ ഞങ്ങളാണല്ലോ ബിഗ്ഗസ്റ്റ് കോർപ്പറേറ്റ് ബോഡി, മീൻസ് ഏറ്റവും അധികം കോളേജസൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർ അങ്ങനെയല്ല, അത് ഇൻഡിവിജ്വലാണത്. മാത്രമല്ല അതും കൂടെ ഡിനോമിനേഷൻസും കൂടെ വേറെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഫോഴ്സ് പൊളിറ്റിക്കലി, എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷണലി ഈസ് ഡൗൺ അക്കോർഡിംഗ് ടു മീ. പിന്നീട് എക്കണോമിക്കലി നമുക്ക് നോക്കാം. ഇപ്പോൾ ആരാ വലിയ വലിയ പൈസക്കാരൊക്കെ ഇവർ ബിസിനസ്, ഗോൾഡ് ബിസിനസ്, ടെക്സ്റ്റൈൽ ബിസിനസ്, അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സസ് മറ്റുള്ളവരുടെ കയ്യിൽ വന്നില്ലേ. അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു ഡോമിനേഷൻ, അവരുടെ ഡോമിനേഷനിൽ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഡോമിനേഷൻ ചർച്ചിലോട്ട് ലിങ്ക്ഡാണ്, മറ്റവരുടെ ഡോമിനേഷൻ ലിങ്ക്ഡ് അല്ലല്ലോ. ഞാൻ പറഞ്ഞ ആംഗിൾ വെച്ചാലേ. അപ്പോൾ അവർക്ക് അവർക്ക് ഒരു ഭയം ഉണ്ടാവും. അവരുടെ ഇപ്പോൾ തന്നെ MLA-മാരുടെ എണ്ണം ഒക്കെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ലീഗിനൊരു 15 MLA ഉണ്ടെങ്കിൽ ഇവർക്ക് 7 MLA ഉണ്ടാവുള്ളൂ. എങ്ങനെ ഇട്ട് നോക്കിയാലും അപ്പുറത്തൊക്കെ എടുത്തിട്ടാലും. അപ്പോൾ അതൊന്നും അങ്ങനെയല്ല. അതായത് ഞാൻ വേറെ കണക്ക് പറഞ്ഞുതരാം. 1965 ഈ നമ്മുടെ കേരള കോൺഗ്രസ് ഉണ്ടാക്കുമ്പോൾ PT ചാക്കോന് ശേഷം ഫസ്റ്റ് ഇലക്ഷനിൽ ദേ ഹാഡ് 25 MLAs കേരള കോൺഗ്രസ്. 25 MLA-മാരുണ്ടായിരുന്നു അവർക്ക് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ. പക്ഷേ അബോർട്ടഡായിപ്പോയി, ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ. അപ്പോൾ അവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കിടക്കുന്നത് 7ഉം 6ലും ഒക്കെയാണ്. പക്ഷേ കേരള കോൺഗ്രസൊക്കെ വിജയമാണ് കേട്ടോ. വലിയ ജനകീയ പാർട്ടിസിപ്പേഷൻ അല്ലേ അവിടെ. വിജയത്തിന്റെ ക്രൈറ്റീരിയയാണ് ചോദിക്കുന്നതിന്റെ റീസൺ എന്താ വെച്ചാൽ ഉമ്മൻചാണ്ടി മാത്രമല്ല. അല്ല, അതിന് ഉമ്മൻചാണ്ടി മൂപ്പറും കൊണ്ടുള്ള വ്യത്യാസം പറയാം. ഞാൻ 2 മുഖ്യമന്ത്രിമാരുടേതും പോയിട്ടുള്ള ആളാണല്ലോ.
ഞാൻ പെരിന്തൽമണ്ണയിൽ പങ്കെടുക്കണം CM വരുന്നു, ഒരു വാക്കൊക്കെ പറയുള്ളൂ, ഡോക്ടർ ഈ ഇഡ്ഡലി കഴിക്കൂ, തീർന്ന്. പിന്നെ നമ്മളൊന്നും സംസാരിക്കുന്നില്ല, തീർന്ന് ഡിസ്കഷൻ. ഇഡ്ഡലി കഴിക്കാതിരിക്കുക, ഇഡ്ഡലി ഏതായാലും വാങ്ങിച്ചു നോക്കില്ലേ, മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ അവിടെ ഇരിക്കണം. അപ്പം മൂപ്പർ ഞാനുണ്ട്, സ്റ്റേജിലുണ്ട്, ഇരിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ കുട്ടികളുടെ മാതിരി ഇതൊക്കെ എഴുതിയെടുക്കണം നോട്ട്ബുക്കിൽ. എല്ലാം എടുത്തതിന് ശേഷം ഇത് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചത് എഴുതിയെടുക്കൽ മാത്രമേ ഉണ്ടോ. അപ്പോൾ പുള്ളി പറയും ഓരോന്നിനെ, പ്രശാന്ത് നിങ്ങളിങ്ങനെ പറഞ്ഞു, അത് ശരിയല്ല. പക്ഷെ അത് ശരിയല്ലാത്തൊക്കെ ശരിയല്ല എന്ന് പറയണ്ട മൂപ്പർ. അങ്ങനെ ഓരോ ഐറ്റം വൈസായിട്ട് അവിടെ എന്തൊക്കെ പറഞ്ഞോ, ഞാൻ അന്ന് ഒരു സദസ്സിലല്ലേ ഞാൻ പോയിട്ടുള്ളൂ, എല്ലാ കാര്യങ്ങളും പുള്ളി നോട്ട് ചെയ്യും. സോ വെരി സീരിയസ് പേഴ്സൺ, അത് നമ്മൾ സമ്മതിച്ചേ പറ്റും. ഹീ സ്റ്റഡീസ് എവറിത്തിങ്. സോ എല്ലാ കാര്യവും സ്റ്റഡി ചെയ്യുന്നു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയൊരു കൂട്ടം, നമ്മളും പോണ കൂട്ടത്തിൽ. അവസാനം എനിക്ക് ദേഷ്യം പിടിച്ചാൽ മൂപ്പരോട് പറഞ്ഞു, ഈ കൂട്ടത്തിലല്ലത് സംസാരിക്കേണ്ടതെന്ന്. ഞാൻ വേറെ വരാതാണ്. അപ്പം മൂപ്പർ അത് ഒപ്പിട്ട്, ഇതെന്താ ഇത് ഒപ്പിട്ട്, ഇതൊപ്പിട്ട് ഒരു കാര്യം പുള്ളി പഠിക്കാനില്ല, ഒന്നും പഠിക്കാനില്ല എന്ന്, വെറുതെ ഒപ്പിട്ടിലൂടെ ഒപ്പിട്ടില്ല. ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഈ രണ്ട് തങ്ങളെ പറഞ്ഞ ഉമ്മൻചാണ്ടി കമ്പാരിസൺ ആയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. പിണറായി ഈ പൗരപ്രമുഖരുമായിട്ടുള്ള മീറ്റിംഗിലാണ് തങ്ങളെ പറഞ്ഞ പോലെ ഓരോരുത്തരോട് സംസാരിക്കുന്നുണ്ട്. അല്ല, കേരള സദസ്സിലുണ്ടല്ലോ. അല്ല, പബ്ലിക്കിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പരാതി വാങ്ങിച്ചു, എന്നോട് സംസാരിച്ചു, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇൻസ്റ്റന്റ് ആയിട്ട് അല്ല, ആ ജസ്റ്റിസ് ഉണ്ടായിരുന്നോ? അത് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ മൂപ്പരവിടെ നിന്ന് ഓരോന്നൊക്കെ ഒപ്പിട്ട് കൊടുക്കുക, നമുക്കൊക്കെ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആകെയുള്ള വെച്ചാൽ പുള്ളി കുറച്ച് കരിസ്മാറ്റിക്കാണ് ഉമ്മൻചാണ്ടി. കാരണം ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഓരോരുത്തരുടെ മുഖവും മട്ടുമൊക്കെ നോക്കിയിട്ടുള്ളത്, അത് ഉണ്ടാക്കും മൂപ്പർക്ക്. പക്ഷേ മൂപ്പരും എല്ലാ ഇലക്ഷനും തോറ്റ്. മൂപ്പര് ആൻ്റണിക്ക് പകരം വന്ന ആ ഇലക്ഷൻ തോറ്റ്, അതിന് ശേഷം വന്ന ഇലക്ഷൻ തോറ്റ്. അപ്പോൾ അത്ര വലിയ കരിസ്മാറ്റിക് ഒന്നും പറയാൻ പറ്റില്ല. കുറിച്ചുള്ള ഒരു കംപ്ലൈന്റ് പറയുന്ന ഇതാണ്. കാരണം ഈ കമ്പാരിസൺ ആയിട്ടല്ല, ഈ പിണറായി ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുന്നില്ല. അപ്പൊ ഒരു അദാലത്തിന് അപ്പുറത്ത് ഇത് എന്തുമാത്രം ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാത്രമല്ല, ഓഗസ്റ്റിൽ നടന്ന അദാലത്തിലെ പരാതികൾ ഇപ്പോഴും അതല്ല ഇപ്പം നമുക്ക് എന്താണെന്നും പറയാത്തതെന്ന് വെച്ചാൽ ഇത് എഴുതിയെടുത്ത് കൊണ്ടുപോകല്ലേ. ഇനി അതിന് മുകളിൽ എന്താ നടപടി വരുമെന്ന് നമുക്കറിയില്ലല്ലോ. പുള്ളിയൊക്കെ എഴുതിയെടുക്കണ്ടല്ലോ. പുള്ളി ഇതെല്ലാം എഴുതിയെടുത്ത് കൊണ്ടുപോകണ്ടോ മൂപ്പര്. ആ എഴുതിയെടുത്ത് കൊണ്ടുപോയതിൽ എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പലപ്പോഴും പിണറായിയുടെ ചില സ്റ്റേറ്റ്മെന്റ് വല്ലാതെ റിഡിക്യൂൾ ചെയ്യപ്പെടുന്നില്ല. ഇപ്പൊ പൂച്ചട്ടിയോട്ട് തലയിലടിക്കുന്നു, നമുക്ക് കണ്ടോണ്ടിരിക്കുക. പൂച്ചട്ടിയോട്ട് തലയിലടിക്കുക അത്ര രസമുള്ള കാര്യമല്ല. പക്ഷെ ഇത് മറ്റേ രക്ഷിക്കുകയാണ് എന്ന് പറയുന്നത് ഇച്ചിരി കടന്നടിയല്ലേ? അല്ലേ, അത് there is an intrinsic personality of a person which all of us are. ഞാൻ ഈ ഇരിക്കുന്ന ആളല്ല പുറത്തു പോയി കഴിയുമ്പോൾ നിങ്ങളോട് ഒരു കൾച്ചർഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. അപ്പോൾ MA സദസ്സിലിരിക്കുമ്പോൾ ഞാൻ വേറെ രീതിയിലാണ് സംസാരിക്കുക. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മാറ്റേഴ്സാണല്ലോ സംസാരിക്കുക. അപ്പോൾ വേറെ രീതിയിലാണ്. പൊതുവേ പുറത്തു പോയി കഴിഞ്ഞ് കുറേ കച്ചറക്കാരെ കാണുമ്പോൾ, കച്ചറ കോഴിക്കോട്ടെ കടപ്പുറത്തല്ലേ ഞങ്ങൾക്ക്, ഇത് ഇവിടെ അടുത്തല്ലേ കടപ്പുറം. അപ്പോൾ അവർ അപ്പോൾ ബേസിക്കലി ലാലു പ്രസാദ് യാദവിൻ്റെ പേഴ്സണാലിറ്റി, നരേന്ദ്രമോദിയുടെ പേഴ്സണാലിറ്റി, പിണറായി വിജയൻ്റെ പേഴ്സണാലിറ്റി, എന്നാൽ കുറച്ച് ആൾക്കാരുടെ പേഴ്സണാലിറ്റി എടുത്ത് നോക്കുക. അപ്പോൾ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഈ മൂപ്പറിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂപ്പർ എടുത്തു വയ്ക്കേണ്ട എന്തെങ്കിലും പറയുമല്ലോ, വേഗം കൂടെ പറഞ്ഞേക്കുമല്ലോ മൂപ്പർ. അപ്പം അത് അയാളുടെ ബേസിക് നമ്മൾ വന്നിട്ടുള്ളൊരു പശ്ചാത്തലം ഉണ്ടാവുമല്ലോ. ബന്ധം CM ആയതിനു ശേഷമാണോ? അല്ലല്ല, മുമ്പ് സെക്രട്ടറി ആയിരുന്ന കാലത്തെ, പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അത് വിചിത്രമാണ് അത് സംഭവം. അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. ആദ്യം വിമൻസ് കോളേജുകളൊക്കെ, മുമ്പാട് കോളേജ് തുടങ്ങുമ്പോൾ ആകെ 2 മുസ്ലിം പെൺകുട്ടികളോട്. ഇന്ന് മെഡിക്കൽ കോളേജിൽ 70% മുസ്ലിം പെൺകുട്ടികളാണ്. അപ്പോൾ അതിൽ വിചിത്രം എന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങൾ എന്താ ചെയ്യണത്? അവരത് യൂസ്ലെസ്സുകളായിട്ട് അങ്ങോട്ടും കിടക്കാമെന്നല്ലാതെ ഒരു സൊസൈറ്റിയിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണേ. നമ്മൾ അപ്പുറത്തെ ഭാഗം പറഞ്ഞപ്പോൾ അത് ഇംബാലൻസാന്ന് പറഞ്ഞു. ഇപ്പോഴും ഇംബാലൻസാണ്.
എല്ലാ ആർട്സ് കോളേജിലും, മെഡിക്കൽ കോളേജിൽ, ഡെൻ്റൽ കോളേജിൽ എല്ലാം പെൺകുട്ടികളാണ്. അപ്പോൾ അത് വലിയൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. ഒന്ന്. രണ്ടാമത്, ഈ പെൺകുട്ടികൾ ഇവർ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യമില്ല. ശരിയല്ലേ? അത് വലിയൊരു ക്ഷീണം ഉണ്ടാകും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു കാര്യപ്പെട്ടൊരു വിഷയത്തിന് വേണ്ടിയിട്ടുള്ളൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായിട്ട് എത്ര കാലമായി? ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എത്രയോ പ്രശ്നങ്ങളാണ്. എമർജൻസി ഉണ്ടല്ലോ ആ കാലത്ത്. അപ്പോൾ രാജനൊക്കെ അന്ന് ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുമ്പോഴാണ് രാജൻ ഇഷ്യൂ ഒക്കെ വന്നിരുന്നത്. അപ്പോൾ അതേമാതിരി എമർജൻസിക്ക് ഞാൻ പട്നയിലായിരുന്നപ്പോഴാണ് നമ്മുടെ ജയപ്രകാശ് നാരായണൻ്റെ ഇത് വരുന്നത്. എന്താണ് പറയണത്, നമ്മുടെ സമ്പൂർണ്ണ ക്രാന്തി, ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആ കോളേജസ് 1.5 കൊല്ലം അടച്ചിട്ട് കോളേജസ്. അപ്പോൾ അതേമാതിരി തന്നെ ചിമൻഭായ് പട്ടേലിനെതിരായിട്ട് ഗുജറാത്തിൽ, PC സെട്ടിക്കെതിരായിട്ട് മധ്യപ്രദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ്. അപ്പോൾ ആ ഒരു സംഭവമൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ ഞാൻ എന്നൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. 32 മെഡിക്കൽ കോളേജ് ഇവിടെ കൊടുത്തു. ആർക്കൊക്കെ കൊടുത്തത് അറിയാലോ? നമുക്ക് ആർക്കൊക്കെ കൊടുത്തതെന്നുള്ള ഒരു കുട്ടി മിണ്ടിയോ? ഇതിന് പകരമായിട്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ ആ ടോണിയുടെ അവിടെ ഒരു PG സീറ്റ് കൊടുത്തു. ടോണി ഫെർണാണ്ടസ് അങ്കമാലിയിൽ ഒരു ഡിപ്ലോമ ഇൻ ഒഫ്തൽമോളജി. ഭയങ്കര സമരം, 2 മാസം സമരം. അതേമാതിരി MBBS ഹോമിയോ എന്ന് പറഞ്ഞിട്ട് കോഴ്സ് കൊടുത്ത് കരുണാകരൻ. അന്നേരം മെഡിക്കൽ കോളേജിൽ ആണ് അത് സെറ്റപ്പ് ചെയ്തത്. അത് പിൻവലിപ്പിച്ച് കരുണാകരനെ കൊണ്ട് സമരം ചെയ്തിട്ട് ഇവിടെ പോയി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് പോയിൻറ്റ്. മൂന്നാമത്തെ ഒരു വലിയൊരു പോയിൻ്റ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾക്ക് അവർക്ക് യോജിച്ച പുതിയപ്പിള്ളേരെ കിട്ടണ്ടേ? അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരാഗ്രഹിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ MBBSകാർ ആഗ്രഹിക്കുന്നത് MDക്കാരെ കല്യാണം കഴിക്കാൻ കുട്ടികളോ. ഉദാഹരണമായിട്ട് ഈ MDക്കാരൻ പോയിട്ട് BAക്കാരനെ കിട്ടാനില്ല. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ, സോഷ്യലായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അത് കൂടുതൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുണ്ടാവുക. എന്താ വെച്ചാൽ ബേസിക്കലി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പാട്രിയാർക്കലാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഇംബാലൻസുകൾ വരുമ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റീനെ അത് വലുതായിട്ട് ബാധിക്കില്ല. അതിന് ഞാൻ തമാശയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പകുതി ദൈവങ്ങൾ തന്നെ പെണ്ണുങ്ങളാണല്ലോ. പിടിയിട്ടില്ലേ? ദൈവങ്ങൾ പെണ്ണുങ്ങളല്ലേ? അത് ഞങ്ങളൊന്നുമില്ല. ഞങ്ങളിൽ ഇപ്പോൾ ആണോ അല്ല പെണ്ണോ അല്ല, ഒന്നുമല്ലാത്ത മട്ടിലാണ് കിടക്കുന്നത്. സ്ത്രീകൾ ഇപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ തന്നെ മുഴുവൻ ദേവി ക്ഷേത്രങ്ങളാണ്. ദുർഗയുടെ ക്ഷേത്രം ബംഗാളിൽ, അതുമാതിരി ഓരോ സ്റ്റേറ്റിൽ പോയാലും നമ്മൾ കാണും. അതുമാതിരി മാരിയമ്മ അല്ലെങ്കിൽ പോച്ചമ്മ ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റീനെ അത് എൻ്റെ അഭിപ്രായത്തിൽ അത്ര ബാധിക്കില്ല. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി തീരും എന്നുള്ള കാര്യം. ശരിയത്ത് വിവാദമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഇതൊക്കെ. അപ്പോൾ ആ നിലക്ക് ഞാനിതിനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് അതിന് വേറെ കണക്ക് നമ്മൾ പറയണത്, ഡിവോഴ്സിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. എത്രയോ ഇരട്ടിയായില്ലേ കഴിഞ്ഞ 10 കൊല്ലത്തിൽ. എന്തുകൊണ്ടാണ് ഡിവോഴ്സ് റേറ്റ് കൂടുന്നത്? അത് ഈ കമ്പാറ്റബിലിറ്റി പ്രശ്നമാണ്. പിന്നീട് ഈ പെൺകുട്ടികൾക്ക് പിന്നെ വേറെ സംഭവമുണ്ട്. ഈ പെൺകുട്ടികളെ ഞാൻ മനസ്സിലാക്കി കൊടുത്തത്, അവർ ഈ ബുദ്ധിയെ വല്ലാതെ ആരാധിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധിനെ, കാരണം അവർ തന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാരെ അവർ ആരാധിക്കുന്നു. ശരിയല്ലേ? ആണുങ്ങൾ സൗന്ദര്യത്തെ ആരാധിക്കുന്നു. ബുദ്ധിയൊന്നും വേണ്ട, സൗന്ദര്യം ഉണ്ടാച്ചാൽ മതി എന്ന് തിരിച്ചാണ് സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാവും. അതെങ്ങനെ ഇത് സൊസൈറ്റി അത് കൈകാര്യം ചെയ്യുമെന്നുള്ളത് വേറൊരു വിഷയമാണ്.